പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കുമാറാകണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. പ്രത്യേകമായി കർത്താവേ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ മുറ്റുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാത്തിൻ്റെ മേലും പ്രത്യേക അനുഗ്രഹം ഉണ്ടാകണം. സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്, പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം കർത്താവ് നടത്തിയ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കുവൈറ്റിൽ നിന്ന് പ്രിയ സിസ്റ്റർ ഡീന വിജയനാണ്. പ്രിയ സിസ്റ്റർ സ്നേഹത്തോടെ നമ്മുടെ വിമൻ ഫോർ ജീസസിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. രജനി സിസ്റ്ററാണ് നമുക്ക് നമ്പർ തന്നത്. രജനി സിസ്റ്റർ നമുക്ക് ടെസ്റ്റ് മണിക്ക് വന്നിട്ടുണ്ട് കുവൈറ്റിൽ നിന്ന്. അതെ, സ്തോത്രം. കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത് അല്ലയോ? അതെ, കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി എല്ലാവരും അവിടെ തന്നെ ആണോ? ഹസ്ബൻഡും ഇപ്പം മോനും ഇവിടെ ഉണ്ട്. 3 പേരാണ് മക്കളുള്ളത്. 2 പേര് നാട്ടിലുണ്ട്. ഓക്കെ. എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. വീട്ടിൽ ആരൊക്കെയുണ്ട്, ജനിച്ചു വളർന്ന എവിടെ, കുഞ്ഞുങ്ങളെ പറ്റി, പേരൻസിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഓക്കെ, സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഫിന്നി പാസ്റ്ററിനും സാന്റി സിസ്റ്ററിനും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സെഷനിലേക്ക് എന്നെ വിളിക്കുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ടെസ്റ്റ് മണി പറയാനും സാഹചര്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ രജനി സിസ്റ്ററാണ്. ഞങ്ങളിവിടെ കുവൈറ്റില് കർത്താവിന്റെ ദാസി ഇവിടെയുണ്ട്. ഞങ്ങൾ മദേഴ്സ് ഫെലോഷിപ്പിൽ ഇങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരുമിച്ച് ഇങ്ങനെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെയുള്ള പരിചയമാണ്. കർത്താവിന്റെ ദാസി സൗദിയിലുള്ള ലിലി കുര്യൻ ആൻറ്റിയാണ് എന്നെ, ഞങ്ങൾ കുവൈറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു, എന്നാൽ ലിലി കുര്യൻ ആൻറ്റിയാണ് ഞങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയാണ് ഈ സെക്ഷനിലേക്ക് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചത്. എൻ്റെ പേര് ദീന. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഹിന്ദു കുടുംബത്തിലാണ്. മാതാപിതാക്കൾക്ക് 3 മക്കളാണ്. അതിലെ മൂത്ത മകളാണ് ഞാൻ. ആക്ച്വലി എൻ്റെ ജനന സ്ഥലം എന്ന് പറഞ്ഞാൽ കായംകുളം പുനലൂർ KP റോഡിന് പോകുന്ന സൈഡിലെ ആക്ച്വലി എന്താ പറയുക, ഈ 14 മൈൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ അവിടെ ആയിരുന്നു എൻ്റെ പിതാവിൻ്റെ ആക്ച്വലി സ്ഥലം. അവിടെ നിന്ന് എൻ്റെ മാതാവിൻ്റെ സ്ഥലം നൂർനാടാണ്. അവിടേക്കാണ് എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ നൂർനാടേക്ക് വരുന്നത്. ഞങ്ങൾ അച്ഛൻ മരിച്ചുപോയി. വിശ്വാസത്തിൽ വന്ന് 10 വർഷം ജീവിച്ചതിന് ശേഷമാണ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നത്. പേര് രവികുമാർ എന്നായിരുന്നു. അമ്മ സരളമ്മ. ഞങ്ങൾ 3 മക്കൾ. എൻ്റെ പേര് ദീന. അനിയത്തിമാർ 2 പേരുണ്ട്, ദീപ ആൻഡ് ദിവ്യ. 3 പേരും കുടുംബസ്ഥരാണ്. ദൈവം കൃപ ചെയ്ത് ഞങ്ങൾ കുവൈറ്റിൽ ഇവിടെ ആയിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിജയൻ. എനിക്ക് 3 മക്കളാണുള്ളത്, കേസിയ, ലിദിയ ആൻഡ് ജെർമയ. ശരി. വിശ്വാസത്തിലേക്ക് ആരാണ് വീട്ടിൽ നിന്ന് ആദ്യം വരുന്നത്? ഞാനാണ് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് അല്ലേ? അതെ, വിശ്വാസത്തിലേക്ക് ഒറ്റയ്ക്ക് ദൈവം വിളിച്ചു വേർതിരിച്ചു. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് അന്ന് മുതല്. അതായത് മുംബൈയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതെ, ബോംബെയിലാണ് പോവായിലേക്ക് വെച്ചാണ് സ്നാനപ്പെടുന്നത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ കഴിഞ്ഞ ഒരു സെക്ഷനിൽ ഞാൻ ലില്ലി ആന്റി വന്നിട്ടുണ്ടായിരുന്നു. രാജു പാസ്റ്ററിന്റെ രാജു പാസ്റ്ററിന്റെ വൈഫ് രാജു പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയത്. ഓ ശരി, ഓക്കെ. അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം കേൾക്കണം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ സിസ്റ്ററെ. അതെ, അതെ അതെ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. സ്തോത്രം. ശരി. പറഞ്ഞതുപോലെ ഞങ്ങള് 3 മക്കളിൽ ആദ്യമായിട്ട് ജനിച്ചു. അച്ഛൻ, അമ്മ, ഒരു കൂട്ടുകുടുംബമായിരുന്നു ആക്ച്വലി ഞങ്ങളുടേത്. അച്ഛൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അപ്പൊ അച്ഛന് 3 അനിയന്മാരും 5 പെങ്ങന്മാരും ഉണ്ട്. അതിനിടയ്ക്കുള്ളതാണ് അച്ഛന്. അപ്പൊ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അച്ഛനായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ ഈ 14 മൈലുള്ള വീട് സ്ഥലവും ഒക്കെ വിറ്റിട്ട് അവർ നൂർനാട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ നൂർനാട്ട് വന്ന് ഞങ്ങൾ ചെറുതിലെ, എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് നൂർനാട്ട് ഞങ്ങൾ എത്തുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ അനിയന്മാര്, അച്ഛൻ്റെ അമ്മയുണ്ട്, പെങ്ങന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പിതാവായിരുന്നു. നല്ല ദേഷ്യക്കാരനും മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അമ്മയെന്ന് പറഞ്ഞാൽ വളരെ
സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു മാതാവായിരുന്നു എൻ്റെ അമ്മ സാറിൽ. അമ്മ ഇപ്പോഴും വിശ്വാസത്തിലെ ദൈവകൃപയാലെ ആയുസോടെ ദൈവം ഈ ഭൂമിയിലെ 72 വയസ്സുണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ആ കാലഘട്ടമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അനിയന്മാർ 3 പേര്, പാപ്പന്മാർ 3 പേരുണ്ട്. അപ്പം അവരുടെയൊക്കെ കൂടെയാണ് ഞങ്ങൾ ഈ 3 പെൺമക്കൾ വളർന്നു വന്നത്. അപ്പം നന്നായിട്ട് ദൈവകൃപ അവരുടെ അറിയുന്ന വിശ്വാസം അനുസരിച്ച് അമ്മയുടെ കുടുംബ വീടിനടുത്ത് ഞങ്ങൾ നൂറിനാട്ട് വന്ന്, നൂറിനാട് എരുമക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്ന് വീടും സ്ഥലമൊക്കെ ആയിട്ട് അവിടെ വന്ന് താമസിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ 4 ചുറ്റിനും അമ്മയുടെ കുടുംബ അമ്പലങ്ങളും ആ ചുറ്റുപാടിലാണ് വളർന്നത്. വീട്ടിൽ തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ വെച്ചാശ്രയങ്ങളും പൂജകളും അതെല്ലാം ചെയ്തിട്ട് അങ്ങനെ ചെറുപ്പത്തിലെ തൊട്ട് അതിൽ ഭക്തിയോട് അവർ അറിയാവുന്ന ഭക്തിയിൽ അവർ വളർത്തിയാണ് ഞങ്ങളെ 3 പേരെയും വളർത്തിയെടുത്തത്. ദൈവകൃപയാലെ ഒരു സമയമായപ്പോൾ ദൈവം വിളിച്ച് വേർതിരിക്കാൻ ഇടയായി തീർന്നു. അനിയത്തിമാര് ദീപെ അവരും കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. ഇളയ അനിയത്തി, അവർക്ക് 2 മക്കളുണ്ട്. കൊച്ചുമക്കൾ 7 പേരുണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും. എല്ലാവരും ദൈവകൃപയാൽ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ദൈവം ഇതുവരെ അവരെ സമാധാനത്തോടെ ക്രിസ്തുവിൽ സൂക്ഷിക്കുന്നു. വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് ചുറ്റുവട്ടത്തിൽ രാവിലെ പോവുക, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയിട്ട് സ്കൂളിൽ പോവുക, അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് സ്കൂളിലൊക്കെ പോകാറ്. വൈകുന്നേരം ആണെങ്കിലും തിരിച്ച് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് ആദ്യം അമ്പലത്തിൽ പോവുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പഠനവും മറ്റുള്ള കാര്യങ്ങളും വീട്ടിലേത് അങ്ങനെയായിരുന്നു. അപ്പൊ ആ കൂട്ടുകുടുംബത്തിലായതുകൊണ്ട് ഒരു എന്താ പറയാ, അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. പിതാവെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് നാള് നാട്ടിലുണ്ടായിരുന്നു. അവർക്ക് ഈ ഹോട്ടലും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ഈ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ കാളവണ്ടി, ഹോട്ടൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും അതൊക്കെ ആയിട്ടായിരുന്നു അച്ഛൻ്റെ കുടുംബ വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നൂറിനാട്ടേക്ക് വന്നതിന് ശേഷമാണ് പിതാവ് മംഗലാപുരത്തേക്ക് ആദ്യമായിട്ട് ജോലിക്കായിട്ട് കടന്നു പോകുന്നത്. അനിയത്തിമാര്, അതായത് 2 അനിയത്തിമാര്, പിന്നെ 2 വയസ്സിനുള്ള വ്യത്യാസമല്ലോ ഞങ്ങൾ 2 പേരും. ഏറ്റവും ഇളയ അനിയത്തിയും അമ്മയും അച്ഛനും പിന്നെ ഒരു ഉപ്പാപ്പനുമായിട്ടാണ് ആദ്യം അവർ മംഗലാപുരത്ത് പോകുന്നത്. അതിന് ശേഷം ഉപ്പാപ്പന്മാരെല്ലാം മംഗലാപുരത്തേക്ക് പോയി. അവിടുന്ന് പിന്നെ പുള്ളിക്കാരൻ ബോംബെക്ക് വന്നു. ബോംബെയിൽ നിന്ന് പിന്നെ ഗൾഫിൽ പോകാൻ, അങ്ങനെ ഒരു വളരെ ലോകത്ത് ഒത്തിരി സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരാളാണ് എൻ്റെ പിതാവ്. എന്നാൽ അവിടെ എവിടെ പോയാലും അദ്ദേഹം നല്ല ദേഷ്യമുള്ളത് കൊണ്ടും എവിടെയും ഒരിടത്തും നിൽക്കില്ല. ഒന്നുകിലെ അവിടെ വിട്ടിട്ട് തിരിച്ചു പോരും, അതല്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടും. അങ്ങനെയാ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഭയപ്പെട്ടിട്ടായിരുന്നു ഫാദറിനെ ജീവിച്ചിരുന്നത്. കാരണം ഭയങ്കര ദേഷ്യമുള്ള ഒരാളായതുകൊണ്ട്. എന്നാലേ ആ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഒരു ജീവനുള്ള ദൈവം ഉണ്ടോ, എന്തുകൊണ്ടാണ്? എന്നാലും മാതാവ് അവരറിയുന്ന ഭക്തിയിൽ അവരെല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ദിവസം, അതായത് അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളെയും ഒരുക്കി എല്ലാ അമ്പലങ്ങളിലും തൊട്ടടുത്തുള്ള നടന്നു പോയി എല്ലാ അമ്പലങ്ങളിലും പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം ഭവനത്തിലൊരു വിടുതലുണ്ടാകണം, പിതാവിനൊരു വിടുതലുണ്ടാകണം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറണം. എന്നാൽ അതിനൊന്നും ഒരു വ്യത്യാസങ്ങളുണ്ടായില്ല. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നിടം വരെ ഞങ്ങൾ കുടുംബ വീട്ടിലായിരുന്നു. അതിനുശേഷം പാപ്പന്മാരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുടുംബ വീട്ടിൽ നിന്ന് മാറി തൊട്ടടുത്ത് തന്നെ വേറെ ഒരു വീട് വെച്ചിട്ട് മാറി താമസിക്കുന്നത്. ആ സമയത്ത് അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയി, പിന്നെ ബികോമിന് പഠിക്കാൻ തുടങ്ങി. അതുവരെ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഹിന്ദു ആയിട്ട്, അതായത് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. അല്ലാതെ മറ്റൊരു ചിന്ത, ഞാൻ അധികം പഠിക്കാൻ വലിയ സ്മാർട്ടായിട്ടുള്ള ഒരു ചൈൽഡ് അല്ലായിരുന്നു. എൻ്റെ അനിയത്തിമാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ ചൈൽഡ് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അധികം മിടിക്കുകയല്ല. ഞാൻ അങ്ങനെ പോകുന്ന ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഒരാഗ്രഹം ആ ദൈവത്തെ സേവിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ ഭാഗവത പാരായണം അതെല്ലാം നടത്തും. അപ്പൊ അതൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക എന്നുള്ളൊരു രീതിയേ ഉള്ളായിരുന്നു. എന്നാൽ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് ശരിയല്ലല്ലോ, നമ്മുടെ അമ്മയുടെ കഷ്ടപ്പാട് അതേപോലെ നമുക്കും വരും. ഇപ്പൊ പിതാവിനെ പോലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന ഇവര് ഹിന്ദുക്കളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു വിടണം, അധികം പഠിപ്പിക്കേണ്ട. എനിക്ക് സയൻസ് പഠിച്ചിട്ട് നേഴ്സ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എൻ്റെ പിതാവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊമേഴ്സ് തന്നെ നിർബന്ധിച്ചെടുപ്പിക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജോലിക്കൊന്നും വിടുമെന്നുള്ള ഒരു ഹോപ്പും ഇല്ല. കാരണം പിതാവ് അച്ഛൻ പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് വേറൊരു കാര്യമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടേത്. അനിയത്തിമാർക്ക് എന്നെക്കാളും മിടുക്കിയായിട്ട് അവൾമാർ പഠിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ബികോമിന് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ നന്നായിട്ട് ആഗ്രഹം ഉണ്ടായത്. ദൈവത്തിൻ്റെ ഒരു ഇതായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ സമയത്ത് ദൈവ കൃപയാലെ എൻ്റെ അമ്മയുടെ ആങ്ങള ഒരാൾ മിലിറ്ററിയിലാണ് ജോലി ചെയ്തിരുന്നത്. ആൻറ്റി നേഴ്സാണ്, GTB പരേലിലെ ബോംബെയിലെ നേഴ്സായിരുന്നു. അപ്പോൾ അവർ ബോംബെയിലെ ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്. അമ്മയ്ക്കും 3 ആങ്ങളമാരും ഒരു ചേച്ചിയും 2 അനിയത്തിമാരും ഉണ്ട്.
അപ്പം ഈ അങ്കിൾ ഒരു മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് പുള്ളി ബോംബെയിലെ ബിസിനസ് തുടങ്ങാനായിട്ട് ഇടയായി തീർന്നു. അത് ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ ഒരാഴ്ചത്തേക്ക് ഇതുപോലെ ഒരു എമർജൻസി വന്ന് ആ സമയത്താണ് ഇതുപോലെ അമ്മ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു ഇവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഇവൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അങ്കിൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോംബെ വന്ന് കമ്പ്യൂട്ടർ പഠിച്ചൂടെ, ബോംബെ വന്ന് കമ്പ്യൂട്ടർ പഠിച്ചാൽ അവൾക്ക് അവിടെ ജോലിയും ചെയ്യാൻ നിനക്കൊരു സഹായമാകും, അതുകൊണ്ട് അവളെ എന്നാൽ ഞാനങ്ങ് കൊണ്ടുപോകും. അപ്പം എൻ്റെ പിതാവ് ആ സമയത്ത് ബോംബെയിലുണ്ട്. പിതാവിനോട് ചോദിച്ചാൽ ഒരിക്കലും സമ്മതിക്കില്ല. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാ, എൻ്റെ അങ്കിളും എൻ്റെ ഫാദറും തമ്മില്. എന്നാൽ ദൈവകൃപയാൽ അന്ന് ദൈവം വിളിച്ച് വേർതിരിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് അങ്ങനെ എന്നെ ഞാൻ ബോംബെയിലേക്ക് പോകാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. അപ്പം ഞാൻ പല പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ ഡൈവോഴ്സ് ചെയ്ത് കളയാം, ഞാൻ ജോലി ചെയ്തോളാം, വീട്ടിൽ നോക്കിക്കോളാം, അമ്മയും സഹോദരിമാരെ, അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു ആ സമയത്തൊക്കെ. കാരണം എന്താ വെച്ചാൽ ആ ബുദ്ധിമുട്ടും കുടുംബത്തിലെ പ്രയാസവും മറ്റുള്ള കാര്യങ്ങളും കണ്ടിട്ട്, അമ്മയുടെ കഷ്ടപ്പാടും ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. എന്നാൽ ബോംബെയിലേക്ക് കടന്നു വന്ന എൻ്റെ ഫാദറിന് അത് ഇഷ്ടമായില്ല. അതിനുശേഷം പുള്ളിക്കാരൻ സൗദിയിലേക്ക് കടന്നുപോയി. സൗദി പോകാനായിട്ട് വന്നതാണ് ബോംബെയില്. സൗദിയിലേക്ക് കടന്നുപോയി. ദൈവം, ഞാൻ അവിടെ ബോംബെയിൽ അങ്കിളിൻ്റെ കൂടെ അവിടെ വന്ന് നിന്ന് ടൈപ്പ് ഷോർട്ട് ഹാൻഡും കമ്പ്യൂട്ടറും പഠിക്കുന്നുണ്ടായിരുന്നു. അന്തേരി ഈസ്റ്റിലാണ് ഞാൻ പഠിച്ചത്. സാക്കിനാക്കിയാണ് അവർ താമസിക്കുന്നത്. അതിനുശേഷം അവർ കാന്തിയിലേക്ക് ഓൾറെഡി ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആൻറ്റി ആക്ച്വലി സ്നാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സ്നാനപ്പെട്ടിട്ട് ആൻറ്റിയുടെ വിശ്വാസത്തിൽ ആൻറ്റിയുടെ ചേച്ചിയും ആൻറ്റി സ്നാനപ്പെട്ടതായിരുന്നു. അതും നമുക്ക് അങ്ങനെ അവർ സ്നാനപ്പെട്ടതാണെന്നോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. എന്നാൽ അന്നത്തെ കാലത്ത് ഇപ്പം സ്നാനപ്പെട്ടിട്ട് മറ്റൊരു വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വീട്ടുകാരും സമ്മതിക്കാത്തത് കൊണ്ടാണ് ഹിന്ദുവിനെ തന്നെ വിവാഹം കഴിച്ച് അങ്ങനെ അവര് ഇതായത്. വിശ്വാസം ഉള്ളിലുണ്ടെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തുള്ള അവരുടെ ജീവിതം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രയാസം. അങ്കിള് കാരണം മിലിറ്ററിയിലുള്ളത് അറിയാം നമുക്ക്, അവര് മദ്യപിക്കുകയും മറ്റേ, എന്നാലും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്ന ഒരാളല്ല, ഒരു നോർമൽ നല്ല മനുഷ്യനാണ് എൻ്റെ അങ്കിള്. അങ്ങനെ പ്രയാസമൊന്നുമില്ല. പേര് വാസുദേവൻ എന്ന, ആനന്ദവല്ലി എന്നാണ് ആൻറ്റിയുടെ പേര്. അവര് ബോംബെയിലെ 2 മക്കളുണ്ട്, രഞ്ജിത്ത് ആൻഡ് ദീപ്തി. അവരെല്ലാവരും ഇപ്പൊ എല്ലാവരും വിശ്വാസത്തിലാണ്. കുടുംബമായിട്ട് രഞ്ജിത്ത് സൗദിയിലാണ്, ദീപ്തി ബോംബെയിലുണ്ട്. IPC ചർച്ചിൽ പൻവേലിലാണ് അവർ ആയിരിക്കുന്നത്. അവിടെ ആരാധിക്കുന്നു ദൈവത്തെ കൃപയാല്. കുടുംബമായിട്ട് അവരെ എല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പിന്നീട് ദൈവം കൃപ ചെയ്തു. എന്നാലും ഞാൻ ബോംബെയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ ആൻറ്റിയോട് ഒരു ദൂതുണ്ടായിരുന്നു, ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നിന്റെ കൂടെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് വേർതിരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് ആരാണെന്ന് ആൻറ്റിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാൻ ഇങ്ങനെ അങ്കിൾ അവിടുന്ന് ഫോൺ ചെയ്ത് പറയുക ചെയ്ത്, ഇതുപോലെ സർലമ്മയുടെ മോളെ കൊണ്ടുവരുന്നുണ്ട് നീ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരുവാനായിട്ട് ഇടയായി തീർന്നത്, ബോംബെക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. ബോംബെ വന്ന് ടൈപ്പ് ഷോർട്ട് ഹാൻഡും കമ്പ്യൂട്ടറും പഠിക്കുന്നുണ്ടായിരുന്നു. കുറേ നാൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠനമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ആൻറ്റി എപ്പോഴും ഇങ്ങനെ അവധി ദിവസങ്ങളിൽ, അങ്കിളിന് ബിസിനസ് ബോംബെയിൽ ഒരു ട്രാവൽ ഏജന്റ് പോലുള്ള ഒരു കമ്പനിയായിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ്റെ. ഹോട്ടൽ ലീലാപ്പൻ്റെ ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആയിരുന്നു പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്ക് ഗോവയിലും ബാംഗ്ലൂരും ഓഫീസുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് ബോംബെന്ന് ഗോവ ബാംഗ്ലൂർ പോകുമ്പം ആൻറ്റി പ്രയറിന് പോകാറുണ്ട്. അപ്പം പ്രയറിന് പോവുകയാണെന്നുള്ള വിവരം എനിക്കറിയത്തില്ല. കാരണം നമ്മൾക്ക് അങ്ങനെ പോവെന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാനും പറ്റത്തില്ല, ആൻറ്റിക്കൊട്ട് പറയാനും പറ്റില്ല. എന്നാലേ ഞാൻ അവിടെ എന്നോട് അങ്കിള് പറഞ്ഞ് ഇവർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നവരൊക്കെയാണ്, നീ അതിനൊന്നും പോകരുത്, ഇവിടെ നിലവിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ വന്നിട്ട് അവർ വിളക്കൊന്നും വെക്കാറില്ലായിരുന്നു. അപ്പം ഇത് അങ്കിളിങ്ങനെ പല സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ടും ബിസിനസ് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടും ഇവിടെ പിള്ളേർക്കൊന്നും അറിയില്ല. നീ അതുകൊണ്ട് വന്ന ഉടനെ നീ ചെയ്യേണ്ടത് വൈകിട്ടും വൈകുന്നേരം വിളക്കൊക്കെ വെച്ചിട്ട് ഇവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി. കുറച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ വീട്ടിൽ വന്നിട്ട്. അപ്പം സമയമുണ്ട്, അപ്പം വായിക്കാൻ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ പോട്ടയുടെ ആദ്യമായിട്ട് ഞാൻ ബൈബിളിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ പോട്ടയുടെ ഒരു വചനോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഈ ഹോസ്റ്റലിൽ നിന്ന്, നേഴ്സസിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ആൻറ്റി എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇടും. അപ്പം അതിങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഒത്തിരി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക്, അതേപോലെ ഒരു ദൈവം യേശു, അതേപോലെ ദൈവം മുസ്ലിങ്ങളുടെ ദൈവം, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അതുവരെ. ഞാൻ ഇപ്പം എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്കൊരു മർത്തമായിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലിൻഡോ എലിസബത്ത് ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പാട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ
സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ക്രിസ്ത്യൻ പാട്ട് എഴുതിത്താ പഠിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എനിക്ക് ആദ്യമായിട്ടൊരു പാട്ട് എഴുതി തന്നു, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു എന്നുള്ള പാട്ട്. അത് ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത് ബൈഹാർട്ട് ചെയ്ത പാട്ടാ. അപ്പോഴും ദൈവത്തിന്റെ ഒരു മുൻവിളി എൻ്റെ മേൽ ഉണ്ടു എന്നുള്ളത് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആക്ച്വലി. അതിനുശേഷം പെന്തക്കോസ്തുകാരുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ കാതിലും കഴുത്തിലും കാതിലിടാൻ പറ്റത്തില്ലെങ്കിൽ കഴുത്തിലും കയ്യിലും ഒക്കെ നമ്മുടെ ദൂരിയിട്ട് അവരെ ഒരുക്കാനൊക്കെയുള്ള ശ്രമിക്കുന്ന ഒരു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ നൂർനാട് ചർച്ചിൽ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പോകുന്നിടത്തെ 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് ആലീസും നിർമ്മലയും. നിർമ്മല എൻ്റെ കൂടെ, ആലീസ് അനിയത്തിയുടെയും കൂടെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അവരുടെ ഇപ്പൊ വിശ്വാസ ജീവിതത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ട് സ്കൂളിൽ എല്ലാവരും വരുന്നു, കടന്നു പോകുന്നു, ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങനെ അങ്ങ് പോകുന്നതെന്നല്ലാതെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാലേ ഇത് വചനോത്സവം വായിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ബൈബിളും ആന്റി അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ വായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സങ്കീർത്തനങ്ങൾ മാത്രമുള്ള ഒരു ബുക്കും കൊണ്ടുവച്ചു. അപ്പം ഞാൻ ഇതിനകത്തെല്ലാം വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദൈവം, സ്നേഹിക്കുന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്നതും ഈ പോട്ടയിൽ നടക്കുന്ന, അതായത് ഒത്തിരി അത്ഭുതങ്ങളും വിശ്വാസത്തിൽ കടന്നു വരുന്നവരുടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരെല്ലാ ആഴ്ചയിലും, അവരുടെ മാസത്തിലാണോ ആഴ്ചയിലാണോ എന്ന് ഞാൻ ഓർക്കണില്ല, ഈ വചനോത്സവം കൊണ്ടുവരും. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങി. വായിക്കുന്നറിഞ്ഞപ്പം ആൻറ്റി ഓരോരോ ബുക്കുകൾ അങ്ങനെ കൊണ്ടുവന്നിട്ടു. എന്നിട്ടും വിശ്വാസത്തിന്റെ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം ആൻറ്റി ഒരു കവറിനകത്ത് എന്തോ ഒരു ബുക്ക് എടുത്ത് പൊതിഞ്ഞിട്ട് വേഗം ഇങ്ങനെ പോകുന്നതാണ്. എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുക, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോൾ ഈ ഒരു ബുക്ക് എന്തെന്നാണ് ഈ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്, ബൈബിൾ ആണെന്നുള്ളത് അന്നും അറിയത്തില്ലായിരുന്നു. അത് കൊണ്ടുപോകുക, അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോവുകയാണെന്നോ അല്ലെങ്കിൽ അടുത്ത് പ്രാർത്ഥനയുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ചുനാൾ പോയി, ഇതൊക്കെ വായിച്ച് അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആൻറ്റിയുടെ അങ്കിള്, അതായത് ബിസിനസ് ട്രിപ്പിന് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് രാജു പാസ്റ്ററും ആൻറ്റിയും അവരുടെ ചർച്ചിൽ പോകുന്നുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു, നമ്മുടെ വീട്ടിൽ വരുന്നത്. അങ്ങനെ ഞാൻ രാജു പാസ്റ്റർ വന്നു, ആൻറ്റി വന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളിവിടെ പ്രാർത്ഥന നടത്തുന്നതാണെന്നും ആൻറ്റി ഇടയ്ക്ക് വരാറുണ്ടെന്നും എല്ലാ രാജു പാസ്റ്ററിനും ആൻറ്റിയും ലില്ലി ആൻറ്റിയും കൂടെ പറഞ്ഞു. അങ്ങനെ അവരോട് സംസാരിക്കാനിടയായി തീർന്നു. അന്ന് അവര് വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ കൂടെയോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കോ വീട്ടിലന്ന് ഇരിക്കാനിടയായി തീർന്നു. അന്നേരം ആൻറ്റി പറഞ്ഞു, ദൈവം ഇങ്ങനെ ഒരു ദൂത് നിന്നെ കുറിച്ച് തന്നിട്ടുണ്ട്, ഭർത്താവിന്റെ ഭവനത്തിൽ നിന്ന് ദൈവം ആരാധിക്കാൻ വിളിച്ച് വേർതിരിക്കുമെന്ന്, നീ നമ്മുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കുക, ജീവനുള്ള ഒരു ദൈവമുണ്ട്, ആ ദൈവം നിനക്ക് വെളിപ്പെടട്ടെ എന്ന് നീ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ, ആൻറ്റിയും പാസ്റ്ററും ഞങ്ങളവിടെ പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ദൈവശബ്ദം രാജു പാസ്റ്ററിൽ കൂടെയാണ് കേൾക്കുന്നത്. കർത്താവിന്റെ ദാസൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വസ്തിയെ മാറ്റി. അന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എസ്തേറിനെ തിരഞ്ഞെടുത്തതുപോലെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നീ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ളവളാണ്, ദൈവം നിന്നെ മുന്നേ വിളിച്ചിട്ടുണ്ട്, കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വരും, എന്നാൽ അവിടെയെല്ലാം ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, എന്നാൽ വിശ്വാസത്തിന് വേണ്ടിയിട്ടും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ടും നീ നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മുമ്പ് വെച്ച് ഒരു പക്ഷേ നിന്റെ സഹോദരിമാരുടെ വിവാഹം നടക്കും, അവരെ എല്ലാവരും നിന്നെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുക, എന്നാലും ഞാൻ ഉപേക്ഷിക്കാതെ നിന്റെ കൂടെ ഉള്ള ഒരു ദൈവമാണെന്ന് ആദ്യമായിട്ടൊരു ദൈവശബ്ദം അങ്ങനെ കേട്ട്. എനിക്ക് അതിനെക്കുറിച്ച് ആൻറ്റി അന്നത് എഴുതിയെടുത്തിട്ട് പിന്നീട് എനിക്കത് തന്നു. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ദൈവശബ്ദം കേൾക്കുന്ന, എഴുതിയെടുക്കുന്നോ പ്രാർത്ഥിക്കുന്നോ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ അവരന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. എന്നിട്ട് എനിക്ക് അതിന് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം നമ്മൾ ഇതുവരെ ജനിച്ച് ഞാൻ വളർന്ന എൻ്റെ ഈ 18-19 വയസ്സ് വരെ വളർന്ന ആ ചുറ്റുപാടിന് അപ്പുറത്തോട്ട് പെട്ടെന്നുള്ള ഒരു വേറൊരു ഇത് അങ്ങനെ പ്രാർത്ഥിക്കാൻ, എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, എല്ലാം ദൈവങ്ങളാണെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ അന്നുണ്ടായിരുന്നത്. എന്നാലേ അവിടെ നിന്നാണ് ദൈവം ആക്ച്വലി വിശ്വാസത്തിന്റെ തുടക്കം തുടങ്ങുന്നത്. അതിനുശേഷം ആൻറ്റിയുടെ ചേച്ചിയുടെ ഒരു മോൾ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അമ്മണി. ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു അതായത് പാരലൈസ് ആയപ്പോൾ ബോൺമാരോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻസർ പോലെ ഒരു രോഗം വന്നിട്ട് പുള്ളിക്കാരൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല. മറോൾനാക്കയിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. പുള്ളി സൈക്കിളിൽ പോയിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് ഡോക്ടർമാർ അവിടെ വിധി എഴുതി പുള്ളിയെ ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി. വീട്ടിൽ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പാസ്റ്ററും
ഈ ആന്റിയുടെ ചേച്ചി പൊന്നമ്മ ആന്റിയുടെ പേര്, അവർ തുമ്പോണാണ് അവരുടെ വീട്. അവിടുന്ന് അവർ കടന്നു വന്നു, ഈ പാസ്റ്ററും ഇവരെല്ലാവരും കൂടെ കടന്നു വന്നു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഈ ബ്രദർ എഴുന്നേറ്റ് നടക്കാനിടയായി തീർന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണാലെ കാണുന്ന ഒരു അത്ഭുതമാണ്. അദ്ദേഹം എഴുന്നേറ്റ് നടന്നു. അമ്മണി ചേച്ചി ഇന്നും വിശ്വാസത്തിലാണ്, പക്ഷെ ആ ബ്രദർ ഇതുവരെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല. അവർക്കൊരു മോനുണ്ട്, അവരിപ്പോഴും ബോംബെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തെയും ഈ ആരാധനയൊന്നും വിട്ടിട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ല. അദ്ദേഹം എഴുന്നേറ്റ് നടന്നു ദൈവകൃപയാലെ. ഇന്നും ആരോഗ്യത്തോടെ അവിടെ ജീവിച്ചിരിക്കുന്നു ബോംബെയിലെ. പക്ഷേ അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അത്ഭുതമായിട്ട്, ആദ്യമായിട്ടൊരു മിറക്കിൾ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ സൗഖ്യം ഞാൻ അവിടെ കണ്ടു. അതിനുശേഷവും പിന്നെയും ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു, ക്ലാസ്സും പഠനവും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ചർച്ചിൽ 21 days ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യുക, ഇടയ്ക്ക് രാവിലെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ ടൈപ്പ് ഷോർട്ട് ഹാൻഡിന് പോവും, ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകും. അങ്ങനെയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് ക്ലാസ് കട്ട് ചെയ്തിട്ട് ആൻറ്റിയൊക്കെ അവധിയായിരുന്നു. അങ്ങനെ എന്നെ ഒരു ദിവസം ആദ്യമായിട്ട്, അതായത് അവിടെ സാറാമ്മ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചാണ് പ്രെയർ നടക്കുന്നത്, ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുക. ആ വീട്ടിലവിടെ 21 days അവിടെ വെച്ച് പ്രെയർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നെ അങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുപോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കൈ അടിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഇങ്ങനെയുള്ള പാട്ട് പാടുന്ന ഇങ്ങനെ പ്രെയറുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലാത്ത പള്ളികളിലെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു അനുഭവം. എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. കാരണം ഇങ്ങനെ നമ്മൾ ഇരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ആദ്യത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതിനകത്തിരിക്കാൻ പ്രയാസമായിരുന്നു. അതിനുശേഷം പിന്നീട് 2-3 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ഇടയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ആൻറ്റി ജോലിക്ക് ഒരു ദിവസം ആൻറ്റി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്തോട്ട് കടന്നു പോയി ഇത് കേൾക്കണം, അല്ലെ കാണണം, ഇത് എന്തുവാണെന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നീട് ഒരു ദിവസം ഈ പ്രാർത്ഥന നടക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ രാവിലെ ക്ലാസ്സിന് പോയ വഴിക്ക് ഞാൻ അതുവഴി അങ്ങോട്ട് പ്രേയറിന് സാറാമ്മൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്കും ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഈ ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണെന്നും യേശുക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്നും നമ്മുടെ പാപങ്ങളുടെ മോചിക്കുന്നവനാണെന്നും നമ്മളെ രക്ഷിക്കുന്നവനാണെന്നും ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ വിശ്വസിക്കും? കാരണം ഞാൻ ഒരു ദിവസം ഒന്ന് കണ്ട് ഇവർ പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നതിന് അപ്പുറത്തോട്ടൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ വരും? ഇവരൊക്കെ അതായത് അന്ന് അന്യഭാഷയായില്ല ഇവർ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം വെക്കുന്നു. ഇത് ശരിയാണോ? ഇങ്ങനെ ഞാൻ ആൻറ്റിയോട് ചോദിച്ചതാ. നോർമലി ഒരാൾക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? ഇങ്ങനെ ഒച്ച വെച്ച് ബഹളം വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങന്നാലേ ദൈവം കേൾക്കുള്ളോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൻറ്റിയോട്. എന്നാലേ ആൻറ്റി പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നതെന്നും അത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണെന്നും ദൈവം നമ്മളെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറയ്ക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവനുള്ള ഒരു ദൈവമാണ് യേശുക്രിസ്തു എങ്കിൽ ഇവരെല്ലാം സംസാരിക്കുന്നത് പോലെ എനിക്കും ദൈവത്തെ ആരാധിക്കണം, എനിക്കും അഭിഷേകത്തിന്. ഞാൻ യേശുക്രിസ്തു നമ്മളെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവിലല്ല ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. എന്നാലേ അങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അവിടെ പോയി ആ ഉപവാസ പ്രാർത്ഥനയുടെ എത്ര ദിവസമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ ഇരുന്ന് മുഴങ്കാലിലിരുന്ന് നമ്മൾ സാധാരണ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാറില്ല, കാരണം നമ്മൾ ചെമ്മറം പടഞ്ഞിട്ടിരുന്നിട്ട് അവർ പ്രാർത്ഥിക്കാറ്. ആദ്യമായിട്ട് ഞാൻ മുട്ടിന്മേലിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു അവിടെ ഇരുന്നിട്ട്, ദൈവമേ നീ യേശുവാണ്, ദൈവമാണെങ്കിൽ എന്നെ നീ നിറയ്ക്കണം, നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാലെ എനിക്കൊരു വിടുതൽ ഉണ്ടാകണം, അത് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരടയാളം. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്നാലേ അന്ന് ഞാൻ എൻ്റെ പാപങ്ങളൊന്നുമേ ഏറ്റു പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇതും ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ശക്തമായിട്ട് അന്യഭാഷയിൽ ആരാധിക്കാനും അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവം എന്നെ നിറയ്ക്കാനും, അന്നത്തെ ആരാധന 12:30 തീരേണ്ട പ്രാർത്ഥന അന്ന് 2:30-3 മണിയോളം നീണ്ടുപോയി. അതുപോലെ ഒരു ആത്മശക്തിയായിരുന്നു അന്ന് ആ റൂമിനകത്ത് ഇറങ്ങി വന്ന്. അങ്ങനെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാനും അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയാനും ദൈവം എനിക്ക് അന്ന് കൃപ ചെയ്തു. അങ്ങനെ ഞാൻ യേശുക്രിസ്തു ദൈവം എന്ന് അന്ന് എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും വായ കൊണ്ട് ഏറ്റു പറയാനും ദൈവമായ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അതിനുശേഷം പിന്നീട് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് പോകും. കാരണം ഞായറാഴ്ചകളിൽ അങ്കിള് വീട്ടിലുള്ളത് കൊണ്ട് അങ്കിളിനെ അറിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്കിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി അമ്മയുടെ അടുത്ത് തിരിച്ചു നാട്ടിൽ കൊണ്ടുവിടും, വന്നതുപോലെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ നിന്റെ അപ്പൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കൊല്ലുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഒരിക്കലും ഇവിടെ അവരങ്ങനെയൊക്കെ പോകുന്നവരൊക്കെയാ. അങ്കിളിനെ അറിയാം ആൻറ്റി പോകുന്നു, പക്ഷെ അങ്കിള് പോകാൻ സമ്മതിക്കോ വേർപെട്ട് ആരാധിക്കാൻ അങ്കിളിന് താല്പര്യമോ ഇല്ലായിരുന്നു. സത്യം എന്തുവാണെന്ന് ആക്ച്വലി അങ്കിളിന് അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്നൊരാൾ അറിയുമെന്ന് അല്ലാതെ മറ്റൊരു കാര്യം ശരിക്കും ദൈവത്തെ രുചിച്ചറിയാന്ന് നമ്മൾ പറയില്ല. ദൈവത്തെ രുചിച്ചറിയാത്ത ഒരാൾക്ക് അതിന്റെ മഹാത്മ്യം ഒരിക്കലും മനസ്സിലാകാൻ കഴിയില്ല. എന്നാലേ അതിനുശേഷം ദൈവം കൃപ ചെയ്തിട്ട് ആരാധനയ്ക്ക് പോകണം. അപ്പം ഞാനൊരു ദിവസം ഇതുപോലെ അങ്കിളിനോട് എന്ന് ചോദിച്ചു, ഞാൻ സൺഡേയിൽ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, ഇവിടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ഞാൻ പോയിക്കോട്ടെ, കാരണം
ആ, വെറുതെ എൻ്റെ സമയം പോവാ, അന്നേരം അവധിയുമല്ലേ, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നിട്ട് ഞാൻ പിന്നീട് ഞായറാഴ്ച ഇടയ്ക്കിടയ്ക്ക് ആരാധനയ്ക്ക് കടന്നുപോയി. എല്ലാം കണ്ടിന്യൂസ് ആയിട്ടില്ല, വല്ലപ്പോഴും അങ്ങനെ അവിടെ പോകാനായിട്ട് തുടങ്ങി. അപ്പൊ എൻ്റെ കസിൻസ് എല്ലാം ഇഷ്ടംപോലെ ബോംബെയിലുണ്ട്. അപ്പൊ ആൾക്കാരെല്ലാം അറിയാൻ തുടങ്ങി ഇവളിങ്ങനെ പെന്തക്കോസിൽ പോകാൻ തുടങ്ങി. പ്രശ്നനായി അങ്കിളിന് നാട്ടിലെ വിവരം അറിയിക്കാനും ഫാദറിന് സൗദിയിലെ വിവരം അറിയിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ പോയി. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണം. കാരണം വീട്ടിലെ പ്രോബ്ലംസ് എന്ത് വരുമെന്നോ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ എന്താണെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അന്ന് സ്നാനപ്പെടണം, ഇത് സത്യമാണ്, ഞാൻ വിശ്വസിച്ചു, ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് സ്നാനം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എടുക്കുന്ന തീരുമാനത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കണം. അതും നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നിനക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് താഴെ 2 അനിയത്തിമാരുണ്ട്, അവർ പഠിക്കുന്നു. പിന്നെ വീട്ടിലെ ഉപ്പാപ്പന്മാര്, ഫാദർ, ഇവരെല്ലാവരും നല്ല എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനൊരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവർ ഒന്നിലെ കൊന്നു കളയും, അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ചുറ്റുപാടാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. എന്നാല് ഞങ്ങള് രാജു പാസ്റ്ററുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഒരാൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ സ്നാനപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ആ സാഹചര്യം ഉണ്ടാവുമല്ലോ എന്ന് നമുക്കറിയത്തില്ല. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ സംസാരിക്കുമ്പോഴാണ് അവര് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കണം. അതുകൊണ്ട് അങ്ങനെ രക്ഷയുടെ സ്നാനം അതിന്റെ ക്ലാസ്സുകളെല്ലാം എടുത്തു തരുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം സ്നാനം തീരുമാനിക്കാൻ ഇടയായി തീർന്നു. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ചർച്ചിലുണ്ടായിരുന്ന ജോയ്മാൻറ്റിയുടെ ഒരു സിസ്റ്റർ ഡൽഹിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരി ആക്ച്വലി അന്ന് അവധിക്ക് വന്ന് അവരും സ്നാനപ്പെടാൻ തീരുമാനിച്ചു, കൊച്ചുമോൾ എന്ന സിസ്റ്റർ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും സ്നാനപ്പെടുത്താനായിട്ട് സഭയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഞായറാഴ്ച സ്നാനം തീരുമാനിച്ച ദിവസത്തിന്റെ തലേ ദിവസം, അപ്പൊ രഹസ്യമായിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, വീട്ടിലാരോടും പറയാൻ പറ്റത്തില്ല. അങ്കിളിനെ അറിയില്ല. ആന്റിയും ഞങ്ങൾ രഹസ്യമായിട്ട് ഞായറാഴ്ച സ്നാനം തീരുമാനിച്ച ദിവസം അതിന്റെ തലേന്നായപ്പോൾ ആന്റിയുടെ ബ്രദർ ഡൽഹിയില് ആഗ്രയില് അവര് താമസിക്കുന്നത്. ബ്രദറും വൈഫ് ആഗ്ര മെഡിക്കൽ കോളേജിലെ നേഴ്സാണ്. അന്ന് തലേ രാത്രി അവർ ഞങ്ങളുടെ ബോംബെയിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് വരുവാനിടയായിത്തീരുന്നു, ബോംബെ കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ ആകെ പേടിച്ചു. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ആരും അറിയാതിരിക്കുക എങ്ങനെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾക്ക് സ്നാനപ്പെടാനായിട്ട് കടന്നു പോകാൻ പറ്റും. ഈ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ അറിയുകയും ചെയ്യാം ആന്റിക്ക് വിശ്വാസം ഉണ്ടെന്നും പെങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നും അതിനൊക്കെ പുള്ളിക്കാരനെ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ്. ഒരിക്കലും പുള്ളിന്ന് ജീവനോടില്ല, മരിച്ചുപോയി. പുള്ളിക്ക് അത് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ബോംബെയിൽ നേരത്തെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ എന്താ പറയാ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. സാക്കിനാക്ക കുറെ പേര് പുള്ളിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞായറാഴ്ച രാവിലെ ആന്റി പറഞ്ഞു, ഇവരിവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് എന്തായാലും ചർച്ചിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നീ ഒരു കാര്യം ചെയ്, എനിക്ക് സ്നാനത്തിനുള്ള തുണിയും ഇതെല്ലാം എടുത്തൊരു കവറിലാക്കി ബൈബിളും ആക്കിയിട്ട് എന്നോട് പറഞ്ഞ്, നീ 7 മണിയായപ്പോൾ ആദ്യം തന്നെ നീ പോ. അവിടെ നിന്ന് സ്കൂളിൽ വെച്ചാണ് ആരാധന നടക്കുന്നത്. താക്കിനാക്ക സ്കൂളിന്റെ ഒരു ഹോളിനകത്ത് വെച്ചിട്ടാണ് ആരാധന നടക്കുന്നത്. നീ രാവിലെ അവിടോട്ട് പോകും, ഞാൻ നേരെ പവായിലേക്ക് വരാം. അല്ലാതെ ഇവരെ ഒന്നിച്ചു പോകുമ്പോൾ ഡൗട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ സ്നാനപ്പെടാനായിട്ട് ഇറങ്ങി. 7 മണിയായപ്പം നടന്ന് ഈ പാസ്റ്റന്റെ ആ സഭയിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പുറകെ നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരോ ഒരാൾ നടന്നു വരുന്നു, അടുത്തടുത്തായിട്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അങ്കിള് പുഷ്പാങ്കദൻ, അദ്ദേഹത്തിന്റെ പേര്, എന്നോട് ചോദിച്ചു, നീ എവിടെ പോവാ ഈ രാവിലെ കവറും ഒക്കെ ആയിട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ വരെ പോവാ. അതോ നീ നിന്റെ മാമി ചെയ്യുന്നത് പോലെ അവര് പോയി കലക്കവെള്ളത്തിൽ മുങ്ങാനാന്നോടി പോകുന്നതെന്ന് ചോദിച്ചു. അതോടുകൂടി എൻ്റെ ഉള്ള ഗ്യാസും പോയി. ഞാൻ സത്യമായിട്ടും പേടിച്ചു പോയെന്ന്. എന്നിട്ട് പുള്ളി എൻ്റെ കൂടെ നടക്കുക, നീ എവിടോട്ടാ പോകുന്നത്? ഞാനും നിന്റെ കൂടെ വരുന്നേന്ന് പറഞ്ഞു. കുറച്ചു ദൂരം ഞാൻ വിചാരിച്ചു ഇന്നത്തെ സ്നാനം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഈ പുള്ളിക്കാരൻ കൂടെ വന്നു കഴിഞ്ഞാൽ അങ്കിളിനോട് തിരിച്ചു വീട്ടിൽ എന്ന് പറയും, ആകെ പ്രശ്നമാവും. മുന്നോട്ട് പോകണമോ പുറമോട്ട് പോകണമോ എന്നറിയാതെ ഓരോ സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെച്ചു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടാ വന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പുറത്തോട്ടാ പോകുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് പുള്ളി അതുവഴി അങ്ങ് പോയി. അപ്പോഴാണ് ശ്വാസം നേരെ വീണത് ശരിക്കും പറഞ്ഞത്. എന്നിട്ട് ചർച്ചിൽ ചെന്നു, അവിടുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് പവായിൽ വെച്ചിട്ട് രാജു പാസ്റ്ററിനെ സ്നാനപ്പെടുത്തുന്നത്. പെട്ടു ഞങ്ങളെ രണ്ടുപേരെ സ്നാനപ്പെടുത്തി. അപ്പോഴത്തേന് ആന്റി വെപ്രാളം പിടിച്ച് അവിടുന്ന് ഇവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് അവിടുന്ന് ഓടി
പവായിലേക്ക് വന്നു. അങ്ങനെ സ്നാനം കഴിഞ്ഞ് ഞങ്ങൾ ആരാധനയ്ക്കായിട്ട് ചർച്ചിൽ പോയി. ആദ്യമായിട്ട് ദൈവകൃപയാലെ ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞപ്പോഴും ചേറ്റിലല്ലയോ കിടന്ന് തോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമ്പിച്ചത് എൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത വൻ കൃപയാല. ആ ദൈവം ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ഇടയായിരുന്നു. എന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ആദ്യ സ്റ്റെപ്പ് അങ്ങനെ വെക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. സ്നാനപ്പെട്ട് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലുള്ള ഒത്തിരി ആന്റിമാർ അവിടെ ദൈവകൃപയാൽ ഒരുപാട് എന്നെ സ്പിരിച്വലി സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേര് ബോംബെയിലുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു കൂട്ടമായിട്ട് അവരെനിക്ക് ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്തു. ആത്മീയമായിട്ട് വളർന്നു വരുവാൻ തക്കവണ്ണം ഒത്തിരി സപ്പോർട്ട് ചെയ്ത്. കാരണം അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ ആഭരണം ഊരിയതോ സ്നാനപ്പെട്ടതോ ഇതൊന്നും എന്റെ അങ്കിളിന്റെ കണ്ണിൽ പെട്ടിട്ടില്ല. അങ്കിള് സ്നാനപ്പെടാൻ റെഡിയായി എന്ന് പറയുമ്പോഴാണ് അങ്കിള് പറയും നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്കിളെ ഞാൻ ഓൾറെഡി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് അങ്കിൾ എന്റെ കാതിലും കഴുത്തിലും എല്ലാം നോക്കുന്നത്. എന്നാലും ഞാൻ ഓരോ ആഭരണങ്ങൾ ഊരി, ഇവിടെ ബോംബെയിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതെല്ലാം അനിയത്തിമാര് കോളേജിൽ പഠിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാലിലും കഴുത്തിലും കാതിലും ഓരോന്നോരോന്നായിട്ട് നാട്ടിൽ. അപ്പോഴേ ഇവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഈ സുവിശേഷം അന്ന് ഞാൻ ഈ കേട്ടത് മുഖാന്തരം ഓരോ ഈ സങ്കീർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ സങ്കീർത്തനത്തിന്റെ ഓരോ പേജ് എഴുതി കത്തിനകത്ത് വെച്ചിട്ട് അമ്മയ്ക്കും അനിയത്തിമാർക്കും നാട്ടിൽ അയച്ചു കൊടുക്കും. നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവമല്ല, ശരിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്. അപ്പം അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയൊരു സംഭവമാണ്. കാരണം ഇതിപ്പോ അവിടെ വിടുകയും ചെയ്ത് ഇനിയിപ്പോ ജോലിയിലേണ്ട ഇങ്ങനെങ്കിലും നാട്ടിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എന്റെ മാതാവും സഹോദരങ്ങളും എത്താൻ ഇടയായിത്തീർന്നു. പിതാവിനാണെങ്കിൽ ഇതറിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു പിതാവ് വരും, എനിക്ക് പ്രോബ്ലം ആവുമെന്നുള്ള ദൂതുകള് ദൈവം തന്നു. അങ്ങനെ IPC ചർച്ചിൽ, അന്ന് സണ്ണി പാസ്റ്ററാണ് അവിടെ IPC ചർച്ചിൽ നടത്തുന്നത്. ആ ചർച്ചില് ഒരു 3 സഹോദരിമാർ ഒന്നിച്ച് അവിടെ ഒരു റൂമിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആലീസ്, റീന, കുഞ്ഞുമോള്. അപ്പൊ അവരുടെ കൂടെ എന്നെ വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അച്ഛൻ വന്ന് പിടിച്ചോണ്ട് പോകാൻ എളുപ്പമാണ്. ഓൾറെഡി അറിഞ്ഞു എല്ലായിടത്തും പ്രശ്നമായപ്പം അതുകൊണ്ട് ആന്റി അങ്കിളും വിചാരിച്ചെന്നാൽ എന്നെ അവിടുന്ന് മാറ്റി IPCയിലേക്ക് ചർച്ചിലുള്ളവരും എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് എനിക്ക് അവരുടെ കൂടെ എന്നെ മാറ്റി താമസിച്ചു. കാരണം അപ്പൊ എനിക്ക് ജോലിയായി. അപ്പോഴേക്കും ആദ്യമായിട്ട് കുറച്ചു നാൾ ഞാനൊരു ട്രെയിനി ആയിട്ട് മറോളിലൊരു കെമിക്കൽ കമ്പനി ജോലി ചെയ്ത. അതിനുശേഷം അന്തേരി വെസ്റ്റിലെ നവരംഗ് സിനിമ തിയേറ്ററിന്റെ നെക്സ്റ്റിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഖണ്ടേൽവാൽ ഐ ഹോസ്പിറ്റൽ. അവിടുത്തെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറിൽ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ജോലി ആയല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇനിയിപ്പോ ജോലിയായി, അതുകൊണ്ട് അവളെ മാറ്റി താമസിപ്പിച്ചു എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ അച്ഛനെ പേടിച്ചിട്ടാണ് ആക്ച്വലി അന്ന് അങ്ങനെ മാറ്റി അവിടുന്ന് എന്നെ ഈ ആലീസിന്റെയും റീനയുടെയും കുഞ്ഞുമോളുടെയും കൂടെ മാറി താമസിക്കാനായിട്ട് തീർന്നു. അപ്പം ഞാൻ ഇടവ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകൾക്കെല്ലാം വൈകുന്നേരം അവരുടെ കൂടെ IPCയിൽ പോകും. ഞായറാഴ്ച ആരാധനയ്ക്ക് ഷാരോണിൽ വരും. 2 പാസ്റ്റർമാർക്കും എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലായതുകൊണ്ട് എനിക്ക് 2 ചർച്ചിൽ നിന്നുള്ള സപ്പോർട്ടായിരുന്നു അന്ന് ബോംബെയിലുള്ളത്. 2 പേരും ആ 2 ചർച്ചിലുള്ള ഒത്തിരി ആന്റിമാരും അങ്കിളുമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് സ്പിരിച്വലി സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ഞാൻ അങ്ങനെ അവിടെ നിൽക്കുവാനായിട്ട് ഇടയായിരുന്നു. അപ്പൊ പിതാവ് അവിടുന്ന് സൗദിയിൽ നിന്ന് മനസ്സിലായി ഞാനിങ്ങനെ പെന്തക്കോസ്തിലേക്ക് പോകുന്നുണ്ടോന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ബോംബെയിലേക്ക് വരും, എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ എന്താ പറയാ, വരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് മാറുന്നത്, റീനയുടെ ഒക്കെ കൂടെ താമസിക്കാനായിട്ട് മാറുന്നത്. അപ്പം എന്റെ കയ്യിൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും അനിയത്തിമാരുടെ എല്ലാം ആൽബം ഉണ്ട്, ഫോട്ടോ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവളുമാർക്കെല്ലാം അറിയാം അച്ഛനും അമ്മയുടെയും. അപ്പൊ ഒരു ദിവസം അച്ഛൻ നേരത്തെ ബോംബെയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടുത്തെ അങ്കിളുടെ വീട്ടിൽ താമസിച്ചിട്ടുമുണ്ട്. അവിടുത്തെ മുക്കിലും മൂലയും കോണും എല്ലാം അറിയാം പുള്ളിക്ക്. പുള്ളി കുറെ വർഷങ്ങൾ ബോംബെയിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സൗദിയിൽ നിന്ന് വന്ന് ഞാൻ ഈ പോകുന്ന വഴിയും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ എന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് സാക്കിനാക്ക. അപ്പം റീന ആദ്യമേ ജോലിക്ക് പോയി. ഞാൻ അന്ന് ഒരല്പം ലേറ്റായി പോയത് കൊണ്ട്, അത് ദൈവനിശ്ചയം എന്ന് പറഞ്ഞാൽ മതി. റീന പോയപ്പോ റീന കണ്ടിങ്ങനെ സിഗരറ്റും വലിച്ചിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുക. അപ്പം വൈകുന്നേരം അന്ന് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. ഓട്ടോ പിടിച്ച് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നടന്നു പോകാതെ കൊണ്ട് ഓട്ടോ പിടിച്ച് ബസ് സ്റ്റോപ്പിൽ പോയി. എന്നിട്ട് അവിടുന്ന് ഞാൻ ജോലിക്ക് പോകാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് എന്റെ പിതാവിനെ കണ്ടില്ല. വൈകുന്നേരമായപ്പോ അങ്ങളുടെ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളമായി. എന്റെ കൊച്ചിനെ കൊണ്ടുവന്ന് നിങ്ങൾ ഇങ്ങനെ നശിപ്പിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അറിയാമല്ലോ പേരൻസിന്റെ വിഷമം, അത് ശരിക്കും അവരുടെ വിഷമം. 3 മക്കളിലെ മൂത്ത മോളാണ്. അപ്പം അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് അങ്കിളുമായിട്ട് ചൂടായി, പ്രശ്നമായി. നമ്മൾ നിന്റെ മോളെ ജോലിക്കായിട്ട് അവിടെ കൊണ്ടുവന്ന് അവൾക്ക് ജോലി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിച്ചു. അവളിപ്പോ വേറെ ലേഡീസിന്റെ കൂടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാല് അവര് പോലീസിൽ കൊടുക്കും, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അച്ഛൻ പോകാൻ റെഡി ആയില്ല. ഒച്ചപ്പാടും ബഹളമായി കഴിഞ്ഞപ്പോ എന്റെ അങ്കിളിന്റെ മോൻ രഞ്ജിത്ത് എന്നോട് പറഞ്ഞു എന്നാ എവിടെ
താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കാണിക്കാനെന്ന് പറഞ്ഞ് അവനാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് റൂമിൽ കയറി. അപ്പൊ റീന എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛനെ പോലെ ഒരാളെ രാവിലെ ഞാൻ കണ്ട അവിടെ നിൽക്കുന്നത്, ഡിറ്റോ നിന്റെ ഫോട്ടോയിലിരിക്കുന്ന അച്ഛൻ തന്നെ. എനിക്ക് തോന്നുന്നു നിന്നെ കൊണ്ടുവരാൻ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് പുള്ളി റൂമിന്റെ വാതിലിലെത്തി. രഞ്ജിത്ത് അകത്ത് കയറിയിട്ട് പറഞ്ഞു, ചേച്ചി രവിയങ്കിൾ വന്നിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്തു എന്ന് പറഞ്ഞ അവൻ ഒരു ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു അവിടുന്ന് തിരിഞ്ഞിട്ട്. അവനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, എന്ത് മറുപടി പറയണം, എന്തുകൊണ്ട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ കയറി അവിടെ കസേരയിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, വേഗം പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ടിക്കറ്റ് എടുത്ത് കാണിച്ചു, 2 ടിക്കറ്റും എടുത്തിട്ടുണ്ട്, വേഗം നാട്ടിൽ പോവാൻ. നീ ഇത്രയും നാൾ ജോലി ചെയ്തതും പഠിച്ചതൊക്കെ മതി, ഇനിയും കൂടുതലൊന്നും പഠിക്കണ്ട, ഇത്രയും പഠിച്ചൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചോ, ഇന്നത്തോടുകൂടി വിശ്വാസ ജീവിതവും കഴിഞ്ഞ് ഇവിടുന്ന് നേരെ തിരിച്ച് നാട്ടിൽ ചെന്നാല് ഉള്ള അവസ്ഥ, ആരുടെയെങ്കിലും കൂടെ ഹിന്ദുക്കളുടെ കൂടെ കല്യാണം കഴിച്ച് നിർബന്ധമായിട്ട് വിടും, എന്റെ ജീവിതം അങ്ങനെ പോകുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി ആ സമയത്ത്. എന്നാലേ ഞാൻ എന്റെ ഫാദറിന്റെ മുന്നിൽ മുട്ടുകുത്തി അവിടെ നിന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം, ഞാൻ ആരെയും കൂടെ സ്നേഹിച്ച് ഒളിച്ചോടി പോയില്ല, വേറെ വഴിയൊന്നും ഞാൻ ചെയ്തില്ല. ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എന്നെ എന്തിനിങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുപോന്നെ? ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, അതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഇത്ര ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട്? ഞാൻ ഇവിടെ ജോലി ചെയ്തോട്ടെ, വേറൊന്നും അച്ഛൻ പറയുന്നതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്തെന്നറിയ, ദൈവാത്മാവ് പുള്ളിയുടെ ഹൃദയത്തിൽ ഇടപെട്ടോ, പുള്ളി ഒന്നും പറയാതെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മോള് മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ പോവുക, നിന്നെ ഇനി വീട്ടിനകത്തോട്ട് കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടുന്ന് ആ ടിക്കറ്റ് എന്റെ മുന്നിൽ വലിച്ച് കീറി എന്റെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാല് അവിടുന്ന് വിഷമം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. മാനുഷ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിതാവാണ്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ പിതാവ് അറിയാതെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാന് ദൈവം അന്ന് എനിക്ക് കൃപ തന്നു. അത് നിന്റെ അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരം, അവൾ നിന്നെ ഇങ്ങോട്ട് വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ അവൾക്ക് കൊടുത്തോളാന്ന് പറഞ്ഞു പോയി. അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് അമ്മ ഉപദ്രവിച്ചിട്ടുണ്ട്, അനിയത്തിമാരോട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിലെ പുള്ളി തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാലെ ദൈവം എന്നെ അവിടുന്ന്, ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോകുന്നു വിചാരിച്ചിടത്ത് അദ്ദേഹം കൊണ്ടുപോകാൻ ഇടയായി തീർന്നില്ല. എന്നാലേ ദൈവത്തിന്റെ ശബ്ദം ഓരോ സ്റ്റെപ്പിലും ദൈവശബ്ദം കേട്ടാണ് ദൈവം എന്നെ വഴി നടത്താനായിട്ട് ഇടയായി തീർന്നത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ദൈവദാസനെ അയക്കും ദൈവശബ്ദം കേൾപ്പിക്കാൻ. എന്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് നേരിട്ട് ഒരുപാട് സമയങ്ങളിൽ സംസാരിച്ചു. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച്, ഈ ബോംബെയിലെ നിന്റെ പിതാവ് നിന്റെ കൂടെ ദൈവത്തെ ആരാധിക്കും, നീ വിശ്വസിക്കുന്നുണ്ടോ? അത് സംഭവിച്ചു. എന്റെ പിതാവ് എന്റെ കൂടെ അതേ ചർച്ചില് മുട്ടുമടക്കി ആരാധിക്കാൻ ദൈവമായി കർത്താവ് കൃപ ചെയ്തു. ചില നാളുകളെടുത്ത് പുള്ളി ഗുജറാത്തിലേക്ക് പിന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി. അവിടെ പോയി ഗുജറാത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ടൈഫോയിഡ് ന്യൂമോണിയയും ഒന്നിച്ച് പുള്ളിക്ക് പിടിപെട്ടു. അതിനുശേഷം പുള്ളിക്കാരൻ എന്നെ കോണ്ടാക്ട് ചെയ്യുവോ, കത്തെഴുതുവോ, എന്നോടൊരു ഒരു മകളെന്ന രീതിയിലുള്ള ഒരു ഇതും ഇല്ലായിരുന്നു പുള്ളിക്കാരന്. എന്നാൽ അവിടെ വെച്ച് കൂട്ടുകാര് പുള്ളിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, ആ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലില് ഒരു മിഷണറി പാസ്റ്ററാണോ മിഷണറിമാരാരോ ചെന്ന് പ്രാർത്ഥിച്ചു പുള്ളിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നിന്റെ മകൾ, അല്ലെങ്കിൽ ഇത് രണ്ടുപേരും കൂടെ ഈ ന്യൂമോണിയയും ടൈഫോയിഡും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ കൊണ്ട് ജീവിച്ചിരിക്കാൻ പ്രയാസം. ആ ഒരു സ്റ്റേജിലേക്ക് പുള്ളി കോമയിലേക്ക് പോയി. എന്നാൽ ഈ മിഷണറി അദ്ദേഹം എന്ന് എനിക്ക് ഇന്നും അറിയില്ല, പാസ്റ്ററാണോ മറ്റുള്ള മിഷണറി പ്രവർത്തകരാണോ എങ്ങനെയാണോ, അവര് പ്രാർത്ഥിച്ചു ഈ പുള്ളിക്ക് സുബോധം വന്ന്. അതിനുശേഷം അവര് ആഹാരവും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞ്, നിന്റെ മോള് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതുകൊണ്ടാ നീ ജീവനോടെ ഇരിക്കുന്ന, അതുകൊണ്ട് നീ നിന്റെ മോളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഗുജറാത്തിലെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു ബോംബെക്ക് വരുക. ഞാൻ ഒരു ദിവസം രാവിലെ ജോലിക്കായിട്ട് കടന്നു പോകുമ്പം സൂട്ട് കേസുമായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് റോഡിൽ. ഞാൻ ബസ് കയറാനായിട്ട് അവിടെ ചെന്നിരിക്കുമ്പം ഗുജറാത്തിൽ നിന്ന് പുള്ളി ട്രെയിൻ കയറി ബോംബെക്ക് വന്ന് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ വന്ന് ഞാൻ പിന്നെ ആന്റിയെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. നേഴ്സായതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് കൊടുത്തു. കുറച്ച് ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ബൈബിളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇനി വീട്ടിലേക്ക് പോയിക്കോ, നാട്ടിൽ പോയിട്ട് അനിയത്തിമാരുടെ അമ്മയുടെയും കൂടെ നിന്നു, ഇനിയും ജോലിക്കായിട്ട് പുറത്തോട്ടൊന്നും പോകണ്ട, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. എന്നാലേ അദ്ദേഹം പോയി കുറച്ച് നാള് തുമ്പോണ് പുള്ളിക്കാരൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അതായത് ബൈബിളൊക്കെ ആയിട്ട് തുമ്പോണ് ആന്റിയുടെ വീട്ടില്
ഒരു ഷാരോന്റെ ചർച്ച് തൊട്ടടുത്തുണ്ട്. ആന്റിയുടെ ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ ആ ചർച്ചില് കുറച്ചുനാൾ പോയി. നാട്ടിലെ അറിയാമല്ലോ, കുറച്ചുനാൾ പോയി. പക്ഷെ ആത്മീയമായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടും പെങ്ങന്മാരും അനിയന്മാരും മറ്റുള്ളവരുടെ ഈ ഫോഴ്സും ഇതെല്ലാം കൊണ്ട് വീണ്ടും പഴയ പോലെ മദ്യപിക്കാനും തിരിച്ച് സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, തിരിച്ചു തന്നെ വീണ്ടും ആ രീതിയിൽ എങ്ങനെ പഴയതുപോലെ ആയിരുന്നു അതേപോലെ തന്നെ നാട്ടിൽ അങ്ങനെ ആയിരിക്കാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട്, അപ്പൊ വിവാഹത്തിന്റെ ഇതായി എല്ലാവരും വിവാഹാലോചന നാട്ടി തുടങ്ങി. അനിയത്തിക്കും എനിക്കും വിവാഹം ഒരുമിച്ച് നടത്തണമെന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് അവരെല്ലാം എത്തി. എന്നാൽ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, വിശ്വാസത്തിലുള്ള ഒരാളെ അല്ലാതെ ഞാൻ വിവാഹം കഴിക്കില്ല. അങ്ങനെ ദൈവത്തിന്റെ ഒരു ശബ്ദം എനിക്ക് അങ്ങനെ 98-ലാണെന്ന് തോന്നുന്നു ദൈവാത്മാവ് പറഞ്ഞ്, നിനക്ക് നിന്നെ പോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരാളെ ഞാൻ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഈ ദേശം വിട്ടിട്ട് കടന്നു പോകും, നീ ഈ ദേശം വിട്ട് കടന്നു പോകും, അവിടെ കുടുംബമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യും. അങ്ങനെ ഒരു ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ദൈവം എനിക്ക് തന്നു. അപ്പം അന്ന് രാജപാസ്റ്ററൊക്കെ അവിടെ ഉള്ള സമയത്ത് രാജപാസ്റ്റർ, ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ആന്റി പറയുന്നത് പാസ്റ്ററിന്റെ വീട്ടിലുള്ള ആരെയൊക്കെ വേണ്ടിയിട്ടും പാസ്റ്ററൊക്കെ പ്രപ്പോസൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആന്റി പറഞ്ഞ ദൈവാലോചന അവളെ കുറിച്ചുള്ളത് ഇങ്ങനെ ഒറ്റയ്ക്ക് അവളെ പോലെ ഒരാൾ വന്ന ഒരാളെയാണ്, തന്നെയല്ല അവരുടെ വീട്ടിലെ പ്രശ്നം നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കട്ടെ. അങ്ങനെ 98-ലെ ദൈവം പറഞ്ഞ് 2000-ൽ നിന്റെ വിവാഹം നടക്കും. ഒക്ടോബർ, നവംബർ, ഡിസംബർ അതിലേതെങ്കിലും ഒരു മാസമായിരിക്കും നിന്റെ വിവാഹം. ഡേറ്റ് 12 ആയിരിക്കും. നീ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി, എന്തായാലും ആന്റിയെ പോലെ പോയിട്ട് ഹിന്ദുവായിട്ട് ഒരാളെ പിന്നീട് വിവാഹം കഴിച്ചിട്ട് ഒരു കഷ്ടപ്പാടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാം, കിട്ടുന്ന അത്രയും നാൾ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് പോകാമെന്നുള്ള എന്റെ മനസ്സിൽ തീരുമാനം എടുത്തപ്പോഴാണ് ഒരു ദൈവത്തിന്റെ ദാസനെ ചർച്ചിലേക്ക് ദൈവം അയച്ച് അങ്ങനെ ഒരു ദൈവാലോചന പറയുന്നത്, നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളെ ഞാൻ ഒരുക്കുന്നുണ്ട്, ആ ദിവസം വെച്ചിട്ട് നീ പ്രാർത്ഥിക്കണം, നീ ഒറ്റയ്ക്ക് ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നാട്ടിൽ നിന്നുള്ള പ്രപ്പോസൽ ഇഷ്ടംപോലെ കടന്നു വരുന്നുണ്ട്. അച്ഛനും അവിടെ, അപ്പൊ ഞാൻ ഒരു അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, നോക്ക്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ബിക്കോസ് ഞാൻ വിശ്വാസത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കുകയുള്ളൂ, കഴിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ വിശ്വാസത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചാലേ അനിയത്തിക്ക് അത് പ്രശ്നമാവും. അവരുടെ അനിയത്തിമാരുടെ ഭാവിയിൽ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, ഭാവിയിൽ ദോഷമായി തീരും. അതുകൊണ്ട് അവളുടെ വിവാഹം ആദ്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2000 ജൂലൈ 13 അവളുടെ വിവാഹം നടക്കുന്നത്. അവളുടെ വിവാഹം നടന്ന് ഞാൻ ബോംബെയിൽ, അന്ന് ഈ 2000-ൽ ഒരു ഫ്ലഡ് ഉണ്ടായി ജൂലൈയില്. ആ സമയത്ത് ഞങ്ങള് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം 21 ഡേയ്സ് ഈ ഫ്ലഡ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വിവാഹത്തിന് ആ ഒരു കാരണം, അല്ലെങ്കിലും പോയാൽ എന്നെ അതിനു മുമ്പ് ഞാൻ അവധിക്ക് നാട്ടിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് അമ്പലങ്ങളിൽ കൊണ്ടുപോകാനും അനിയത്തിമാരും അമ്മയും ഒരുപാട് അമ്മയുടെ അച്ഛനും അവരെല്ലാവരും ഒരുപാട് പ്രയാസങ്ങൾ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ തിരിച്ചു ചെന്ന് കഴിഞ്ഞാലേ ഇനി അവിടെ അങ്ങനെ ഒരു രീതിയിലേക്ക് കടന്നു പോകത്തുള്ളൂ എന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലേ ദൈവം കൃപ ചെയ്തിട്ട് കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് വലിയവ ചെയ്തു. ജൂലൈയിൽ ഇവളുടെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു അബ്രഹാം എന്ന് പറഞ്ഞൊരു ബ്രദർ കുവൈറ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പം ആ സമയത്ത് 94-ലാണെന്ന് തോന്നുന്നു എന്റെ ഹസ്ബൻഡ് ഇവിടെ കുവൈറ്റിലെ ജോലിക്കായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ വീട് കാനായി, അതായത് കണ്ണൂർ പയ്യന്നൂരാണ് സ്ഥലം. അവിടെ നിന്ന് ജോലിക്കായിട്ട് കുവൈറ്റിലേക്ക് കടന്നു വന്നത്. അപ്പൊ പുള്ളിയുടെ കൂടെ റൂംമേറ്റ് ആയിട്ട് താമസിച്ചിട്ടുള്ളത് പെന്തക്കോസ്ത് വിശ്വാസികളാണ്. ബിജു എന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ ഉണ്ട്. അപ്പൊ പുള്ളിയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് അവരെ നന്നായിട്ട് കളിയാക്കുമായിരുന്നു. അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചർച്ചിൽ പോയതാ. അവരെ അങ്ങനെ പോയിട്ട് ഒരു അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് ഇവിടെ IPC ചർച്ചിൽ അദ്ദേഹം ദൈവത്തെ ആരാധിക്കാനായിട്ട് കൃപ ചെയ്ത. അങ്ങനെ പുള്ളിക്ക് വിവാഹത്തിന്റെ കാര്യം വന്നപ്പം പുള്ളിക്ക് ഒരാള് വേണം എന്നുള്ളത്, ആ IPC സ്നാനപ്പെട്ടതിന് ശേഷം ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലെ പുള്ളിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ബ്രദർ ത്രൂ ഒരു ബൈബിൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. പുള്ളി ബൈബിൾ പഠിക്കാനും ഒത്തിരി താല്പര്യമുള്ള ആളായിരുന്നു അന്ന് മുതലേ. അപ്പൊ അങ്ങനെ ആ ബൈബിൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അവരുടെ കൂടെ ഈ ഇൻഡിപെൻഡന്റ് കൂട്ടായ്മയിൽ പുള്ളിക്കാരൻ കടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പാസ്റ്റർ ഇങ്ങനെ പ്രൊപ്പോസൽ പുള്ളിക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് വന്ന CP അബ്രഹാം, അദ്ദേഹം ഇപ്പോഴും ഇവിടെ കുവൈറ്റിലുണ്ട്, IPC ചർച്ചിൽ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചർച്ചില് ബോംബെയിൽ ഒരു പെങ്കൊച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേന് രാജു പാസ്റ്റർ അവിടെ നിന്ന് പോയി. രാജു പാസ്റ്റർ മാറിയതിനു ശേഷം അച്ചൻകുഞ്ഞു പാസ്റ്റർ ഉള്ള സമയം, അന്നേരം അച്ചൻകുഞ്ഞു പാസ്റ്റർ ഈ പ്രൊപ്പോസലിന്റെ കാര്യം പാസ്റ്റർ ത്രൂ ഇവിടുത്തെ പാസ്റ്ററുമായിട്ട് അങ്ങനെ പ്രൊപ്പോസൽ ചോദിച്ചു. സെപ്റ്റംബർ 27 ഇവര് വന്നു ഞങ്ങളെ അപ്പൊ ഞാൻ എന്റെ ഫാദറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, അവരും ഇതേപോലെ ഹിന്ദു മാർഗത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നൊരു പയ്യനാണ്. അങ്കിള് അപ്പോഴത്തേന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അങ്കിളുടെ മോനും അവരെല്ലാം സ്നാനപ്പെട്ടപ്പം ആ സമയമായപ്പോഴത്തേന് ദൈവം അവരെല്ലാം വിളിച്ച് വേർതിരിച്ചപ്പം അങ്കിൾ പറഞ്ഞ് ഫാദറിനോട് ഇങ്ങനെ ഒരാൾ കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്, നിങ്ങൾ കാണാനായിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഫാദർ വന്നു. ഫാദറിന്
എന്റെ മുന്നേ വെച്ചാണ് ഞങ്ങളുടെ ഈ കാണല് അന്ന് നടക്കുന്നത്. 26-ാം തീയതി വന്ന് 27-ാം തീയതി ചർച്ച വെച്ച് ചെറിയൊരു എൻഗേജ്മെന്റ്, ഒരു ലെറ്റർ മാറ്റം പോലെ വേറെ ഒരു ഫംഗ്ഷനും ഇല്ലാതെ നോർമലായിട്ട് നടത്തി. കാരണം അന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബോംബെയിലുണ്ട്, പവായിലെ LNTയുടെ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഫ്ലാറ്റിലാണ് അവരവിടെ ഇപ്പൊ താമസിക്കുന്ന. കുടുംബമായിട്ട് അവിടെ ഉണ്ട്, ചേട്ടനും ചേച്ചിയും, അവർക്ക് 2 മക്കളുണ്ട്, ചേട്ടത്തിയും, അവരവിടെ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ നടക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഹൈന്ദവമായ രീതിയിൽ അമ്പലത്തിൽ വെച്ചിട്ടൊക്കെ കല്യാണമൊക്കെ നടന്നിട്ട് പിന്നെ നിങ്ങൾ പള്ളിയിൽ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ, ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഇവിടെയുള്ള കുവൈറ്റ് ഉണ്ടായിരുന്ന പാസ്റ്ററും അദ്ദേഹത്തിന്റെ വൈഫും ഇദ്ദേഹം എന്റെ ഹസ്ബൻഡും കൂടെ ആണെന്ന് ബോംബെയിലേക്ക് വരുന്നത് ഈ പ്രൊപ്പോസൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് കണ്ട് ഇവര് ഒക്ടോബർ 11-ാം തീയതി ഡേറ്റ് നിശ്ചയിച്ചിട്ട് നാട്ടിലേക്ക് പോയി. നാട്ടില് കുമ്പനാട് IPCയിലെ മോനച്ചൻ പാസ്റ്ററിന്റെ ചർച്ച വെച്ചിട്ടാണ്, IPC ഹെബ്രോന് വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് 11-ാം തീയതി. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ദൈവം പറഞ്ഞ 12 എന്നാണല്ലോ, ഒരു ദിവസം എന്താ മുന്നോട്ട് പോയത്? ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാലേ ദൈവത്തിന്റെ കൃപയാൽ കുവൈറ്റിലുള്ള ചില ബ്രദേഴ്സ് കല്യാണത്തിന് വരണമെന്നുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ ചെന്നിട്ട് അവർ വീണ്ടും ഡേറ്റ് മാറ്റി 12 ആക്കി. അങ്ങനെ ദൈവശബ്ദം എന്നോട് സംസാരിച്ചതുപോലെ 2000 ഒക്ടോബർ 12-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടക്കാനായിട്ട് ഇടയായി തീർന്നു. വിവാഹം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്റ്റോറിയാണ്. ഇവരുടെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട്, അച്ഛനുണ്ട്, ഹസ്ബൻഡിന് അമ്മയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, 2 ജ്യേഷ്ഠന്മാരും ഒരു അനിയനും ഉണ്ട്. ഒരു ചേട്ടൻ ബോംബെയിലുണ്ട്, ഒരാൾ ദുബൈയിലെ, അനിയൻ ദുബൈയിലെ. അന്ന് അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുക എഞ്ചിനീയറിങ്ങിന്, ചെറിയ പയ്യന. പെങ്ങന്മാർ 2 പേര് വിവാഹം കഴിഞ്ഞ്, ഒരാൾ സ്കൂൾ ടീച്ചറാണ്, ഒരാൾ ജോലിയില്ല, ഹസ്ബൻഡ് ബാങ്കിലെ ജോലിക്കാരാണ്. അതായത് ആ ദേശത്തെ നല്ലൊരു കുടുംബമാണ്. പുള്ളി ഇവിടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നെന്ന് ആരോ പറഞ്ഞ് കത്തെഴുതി അറിയിച്ചു. ഇവന് മാനസിക വിഭ്രാന്തി ഉണ്ട്, അതുകൊണ്ടാണ്. കാരണം അവരുടെ കുടുംബത്തിലെ അവര് ഈ തെയ്യം അങ്ങനെയൊക്കെയുള്ള മറ്റ് ഒത്തിരി ഉത്സവങ്ങളും അതും ഇതൊക്കെ, അങ്ങനെ ഹിന്ദുക്കള് അങ്ങനെ ഒരു നമ്പ്യാർ കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട ഒരു അദ്ദേഹമാണ്. എന്നാലേ ദൈവത്തിന്റെ കരുണയാൽ ദൈവശബ്ദം കേട്ടു. അദ്ദേഹം സ്കൂളിൽ നന്നായിട്ട് പഠിക്കാനും അവരുടെ കൂട്ടുകാരെല്ലാവരും നാട്ടിലെ നല്ല ഓഫീസർമാരായിട്ടും സ്കൂളിലെ പ്രിൻസിപ്പളും ഒക്കെ ആയിട്ടാണ് ഇപ്പം ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ കാണാറുള്ളപ്പോൾ അവർ പറയുന്നത്. അതേപോലെ നല്ലൊരു കുടുംബം, എല്ലാവരും നല്ല ആൾക്കാരാണ്. എന്നാലേ പുള്ളി വിവാഹം വീട്ടിൽ പറഞ്ഞിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് പാസ്പോർട്ട് എടുത്ത് കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഒന്നുമില്ലാതെ, അപ്പനും അമ്മയുടെ ആരുടെ അനുവാദമില്ലാതെ കുമ്പനാട്ടോട്ട് വരുന്നത്, പാസ്പോർട്ട് മാത്രം കൈവച്ചിട്ട് ഇട്ട ഡ്രസ്സുമായിട്ടാണ് കടന്നു വരുന്നത്. അവിടെ വന്ന് മോനച്ചൻ പാസ്റ്റർ വീട്ടിലെ ഞങ്ങളുടെ ഇവിടെയുള്ള കുവൈറ്റിലുണ്ടായിരുന്ന പാസ്റ്ററിന്റെ അവര് തമ്മിലുള്ള പരിചയത്തിന്റെ പേരിൽ അവിടെ വെച്ച് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ വീട്ടില്, മോനച്ചൻ പാസ്റ്ററുടെ വീട്ടില് വന്ന് താമസിക്കുന്നത്. പിന്നീടാണ് ഒരു ഡ്രസ്സ് പോലും പുള്ളിക്കാരൻ എടുക്കുന്നത്. കാരണം ഇട്ടിരുന്ന അതേ ഡ്രസ്സോടുകൂടെ. എന്റെ കാര്യവും അതേപോലെ തന്നെ ആയിരുന്നു. എന്റെ പിതാവ് ബോംബെയിൽ നിന്ന് നേരെ നാട്ടിൽ ചെന്ന് പറഞ്ഞ് എന്റെ കല്യാണം ബോംബെ വെച്ച് നടന്നു എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു കല്യാണമാണ് നടക്കുന്നതെന്ന് ഒരിക്കലും അവർക്ക് ആർക്കും അങ്ങോട്ട് നാട്ടിൽ പറഞ്ഞ ആരെയും ബോധിപ്പിക്കാൻ അവരൊക്കെ താല്പര്യമില്ലായിരുന്നു. കാരണം വിശ്വാസത്തിൽ നടക്കുന്ന ഒരു വിവാഹം മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് നാണക്കേട് വരുമെന്നുള്ള ഒരു ഇതുകൊണ്ട് എന്നെ കൊണ്ടുപോയതും എന്റെ വീട്ടിലോട്ടല്ല, ഞങ്ങൾ ബോംബെയിൽ നിന്ന് പോയത് ആന്റിയുടെ വീട്ടിൽ തുമ്പോണോട്ടാണ് പോയത്. തുമ്പോണ് പോയി അവിടെ നിന്നാണ് വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് 2 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ തുമ്പോണെത്തി. അവിടുന്ന് വിവാഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞാല് അവിടെ ഷാരോൺ ചർച്ചിലെ 2-3 പാസ്റ്ററും 2-3 കുടുംബക്കാരും അവിടുത്തെ വിശ്വാസികളും, പിന്നെ എന്റെ ആന്റിയും കുടുംബവും, എന്റെ ഫാദറും മദറും അനിയത്തിമാർ 2 പേരും, പിന്നെ എന്റെ അമ്മയുടെ ഒരു അനിയത്തിയും ഒരു മോനും. അവരിത്രയും പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വിവാഹത്തിനായിട്ട് അവിടെ വരുന്നത്. എന്നാലേ ഒത്തിരി ദേവദാസന്മാർ ഇവിടെ കുവൈറ്റിലുണ്ടായിരുന്ന ഈ ചർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവിടെ വിസിറ്റിങ്ങിന് കടന്നു വന്ന അനേക ദേവദാസന്മാരുണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന്. മോനച്ചൻ പാസ്റ്ററിന്റെ ചർച്ച് വെച്ചിട്ട് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം അന്ന് അവിടെ വെച്ച് നടന്നു. ഞങ്ങൾ 2 പേരും സ്വന്തം വീട്ടിൽ നിന്നല്ല ഇറങ്ങിയത്. ആക്ച്വലി 2 ഇടത്തുനിന്നും അപ്പന്റെ അമ്മയുടെയും ഒന്നും ഒരു സപ്പോർട്ടില്ലാതെ, എന്റെ ആന്റിയും അങ്കിളും വിശ്വാസത്തിൽ അവരെന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു. വിവാഹം അങ്ങനെ അവിടെ വെച്ച് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. വിവാഹം നടന്ന് ഈ സ്വന്തം വീട്ടിൽ പറയാതെ വന്ന് വിവാഹം കഴിച്ചുകൊണ്ട് എന്റെ പേരൻസിന് ഭയങ്കര പേടിയായി. കാരണം നാളെ എന്റെ ജീവിതത്തിൽ എന്തോ അടുത്ത് സംഭവിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല.
കാരണം ഇത് പെട്ടെന്ന് ഒരു വരവും ഒരു അപ്പനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതെ ഒരു പുരുഷൻ വന്നിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവിലായതുകൊണ്ട്, കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടു, മുൻനിയമിച്ചു, നമ്മളെ തിരഞ്ഞെടുത്ത് തിരുഹിത പ്രകാരം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ആ കർത്താവിന്റെ രക്തത്താലുള്ള വിടുതലിന്റെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്കപ്പം മുന്നോട്ടുള്ള അങ്ങനെയുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം നമുക്കില്ല. പക്ഷെ അവരെല്ലാം അവിശ്വാസികളായതുകൊണ്ട് എല്ലാവർക്കും ആ ഭയമുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം മോനിച്ചൻ പാസ്റ്ററിന്റെ വീട്ടിലോട്ട്, എൻ്റെ അങ്കിളുടെ വീട്ടിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അവിടെ പോയി. ഞങ്ങളുടെ കുവൈറ്റിലുണ്ടായിരുന്ന പാസ്റ്ററിന്റെ റിലേറ്റീവ്സ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവര് ബാംഗ്ലൂർ കൊണ്ടുപോയി. അതിനുശേഷം ഹസ്ബൻഡ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വീട്ടിലെ കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു എന്ന് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പം എന്നോട് ഒരാഴ്ച എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പുള്ളി വീണ്ടും കണ്ണൂർ പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് തിരിച്ച് ബോംബെ വന്നിട്ട് കുവൈറ്റിന് പോവാണെന്ന് പറഞ്ഞ് പെട്ടിയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബോംബെക്ക് തിരിച്ചു വന്ന് ഒരു 45 ഡേയ്സ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ബാംഗ്ലൂരും അത് നാട്ടിലും എല്ലാമായിട്ട്. അതിനുശേഷം തിരിച്ചു പോകാനായിട്ട് ബോംബെക്ക് കടന്നു വരുന്ന സമയത്ത് ആന്റിയുടെ അങ്കിളുടെ വീട്ടിൽ വന്നു. ഞങ്ങള് ഒരു ദിവസം ചർച്ചിൽ ആരാധനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ബ്രദറിന്റെ അടുത്ത് പോകാതെ കാരണം ബോംബെയില്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതുവരെ ഇവനെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് കുറെ ദിവസമായി, ബോംബെയിലും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല. അവൻ കൂട്ടുകാരുടെ എവിടെയാന്ന് പറയുമ്പം വീട്ടുകാർക്ക് സംശയം ഉണ്ടാകത്തില്ലേ? വീട്ടുകാർക്ക് സംശയം ഉണ്ടായി. ചേട്ടനുണ്ട്, അനിയനുണ്ട്, അവർക്ക് എല്ലാവർക്കും സംശയം. ഇവന് ഇത് എവിടെയാ പോയത്? കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇനി എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ചോ എന്തുവാ? ഒന്നും ഒരു പിടിയും ഇല്ല ആർക്കും. എന്നാല് എന്താ പറയാ, നമ്മളെ ദൈവം നടത്തുമ്പം ചില കാര്യങ്ങൾ, നമ്മളെ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും ചോദനകളും എല്ലാം കടന്നു വരും. അതിന്റെ എല്ലാം മധ്യത്ത് ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. എന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട അവസ്ഥ കടന്നു വന്നിട്ടുണ്ട്. അതിലെല്ലാം തളർന്നു പോകാതെ ദൈവത്തിന്റെ കൃപ പിടിച്ചു നിൽക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. എന്നാല് വന്ന് ഞാൻ നെക്സ്റ്റ് മന്ത് ആയപ്പോഴത്തേനും ഞാൻ കൺസീവ് ആയി. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ഇതും കൂടെ, നമ്മൾ ഒരിക്കലും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കൺസീവ് ആയി. ഹസ്ബൻഡ് പോകുന്നതിന്റെ തലേന്ന് ഞങ്ങൾ പോയി, എനിക്ക് ഭയങ്കരമായിട്ട് തലകറക്കോ ഛർദിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കി. കൺസീവ് ആണെന്ന് അറിഞ്ഞു. അദ്ദേഹം പിറ്റേന്ന് തിരിച്ചു പോരും. അപ്പം അന്ന് രാത്രി ചേട്ടന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞത് ഞാൻ ബാംഗ്ലൂർ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. കല്യാണം കഴിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവര് ബോംബെയിലുണ്ട്, ഞാനും ഉണ്ട്. അവരടുത്ത് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു. പക്ഷെ ഹസ്ബൻഡ് ഉറങ്ങുന്ന സമയത്ത് ഡയറി എടുത്തിട്ട് ടെലിഫോൺ നമ്പറും നമ്മുടെ അങ്കിളിന്റെ നമ്പർ ഉണ്ടായിരുന്നു, മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, വീട്ടിലെ നമ്പർ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലെ നമ്പര്, ഞങ്ങളുടെ ചർച്ചിലുള്ള ചില ആൾക്കാരുടെ റിലേറ്റീവ്സ് ബോംബെയിലുണ്ടായിരുന്നു, അവരുടെ നമ്പർ എല്ലാം എടുത്തു ചേട്ടൻ എടുത്തിട്ട് ചേട്ടൻ എല്ലായിടും വിളിച്ചു. അപ്പം എൻ്റെ ഇവിടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു ബ്രദറിന്റെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആക്ച്വലി കാത്തലിക് ആയിരുന്നു. അപ്പം ഇവര് വിശ്വാസത്തിലേക്ക് വന്ന് അവരും ഇതേപോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് വിവാഹം കഴിച്ചതായതുകൊണ്ട് പുള്ളിക്കാരി ഇച്ചിരി കൂടെ ചേട്ടൻ എരിവ് കയറ്റി കൊടുത്തു. കാരണം ഇവരെല്ലാം ഇങ്ങനെയാണ്, കുടുംബത്തിലെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ മതം മാറ്റുന്നവരാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന് ഭയങ്കര ടെൻഷനായി. അവര് വീണ്ടും എൻ്റെ അങ്കിളുടെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്പര് പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം കുവൈറ്റിന് തിരിച്ചു പോരുകയും ചെയ്തു. ഈ ഫോൺ നമ്പർ എടുത്തു എന്നുള്ളത് ചേട്ടന് അറിയില്ലായിരുന്നു, ഹസ്ബൻഡിന് അറിയില്ലായിരുന്നു. എന്നാല് ഇവര് വിളിച്ച എന്റെ ദീപ്തി അങ്കിളിന്റെ മോളാ ഫോൺ എടുത്തത്. അപ്പൊ ചോദിച്ചു, ഇത് വിജയന്റെ വീടാണോ? വിജയൻ ദീനയുടെ കല്യാണം കഴിച്ചോ? ആരാ ഇത് എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കാം. മോൾക്ക് പേടിയായിട്ട് അവള് പറഞ്ഞു, അയ്യോ വിജയൻ ബ്രദറിന്റെ അതേപോലെ ഒരു സൗണ്ട്, അവരുടെ വീട്ടിലുള്ളവർ വല്ലതും ആണോ എന്നറിയില്ല, വിളിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഈ ഫ്ലാറ്റ് ഞങ്ങൾക്ക് റെഡി ആയിരിക്കുന്നതായിരുന്നു. ആന്റി അങ്കിളും ഞങ്ങള് ആ ആഴ്ചകളിൽ തന്നെ ക്യാൻഡിവില്ലിലേക്ക് ഷിഫ്റ്റായി. ഞങ്ങള് ചാക്കിനാക്കിന്ന് ഷിഫ്റ്റായി അങ്ങോട്ടേക്ക്. അപ്പോഴേക്ക് എനിക്ക് ശാരീരികമായി ഞാൻ ഒത്തിരി ക്ഷീണിതയായി. കാരണം എനിക്ക് ഒരു ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല, ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പോകുന്ന വഴിക്ക് തലകറക്കം, ട്രെയിനിൽ കയറാൻ വയ്യ, ബസ്സിൽ കയറാൻ വയ്യ, ആകെ ബുദ്ധിമുട്ട്. അങ്ങനെ കുറെ ഇടയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ഞാൻ ഫിസിക്കലി മാത്രമല്ല മെന്റലി നമുക്കറിയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സിസ്റ്റം നന്നായിട്ട് അറിയാം. പ്രയാസം വളരെ ബുദ്ധിമുട്ടായി എനിക്ക്. അപ്പം ഒരു 3-4 മാസമൊക്കെ
ഒക്കെ ഒരു വരവൊക്കെ പോയി. പക്ഷെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി. ഞാൻ ഡെയിലി ക്ഷീണിച്ച് എന്റെ വെയിറ്റ് കുറഞ്ഞു പോവുക, എനിക്ക് ഒരു ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തി. എന്ത് കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കും, എനിക്ക് ഒന്നും നേരെ നിൽക്കാൻ പോലും ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതേപോലത്തെ ഒരു ശാരീരികമായി ക്ഷീണിച്ചു പോയി. അപ്പൊ 5 മാസം ഒരുവിധം പിടിച്ചു നിന്ന്. 5 മാസമായി കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അച്ഛനെ വിളിച്ചിട്ട് നാട്ടിലേക്ക് പോയിക്കോ, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുവൈറ്റിലേക്ക് എന്തായാലും വരാനുള്ളതാ, അപ്പം പോരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്റെ പിതാവിനോട് പറഞ്ഞു. പിതാവ് ആക്ച്വലി എഗ്രി ചെയ്തു. അതിനു മുമ്പ് വീട്ടിൽ അറിയിക്കണ്ടേ, വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കുന്നത് അദ്ദേഹം ഒരു കത്തിലൂടെയാണ്. കുവൈറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ആ കത്തിന്റെ കോപ്പി ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാല്, നമ്മളെ വളർത്തിയ മാതാപിതാക്കളുടെ അടുത്ത് ഞാൻ വിവാഹം കഴിച്ചു നിങ്ങളറിയാതെ, എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞറിയിക്കുന്ന ഒരവസ്ഥ സിസ്റ്ററും ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ ഒരവസ്ഥ. അങ്ങനെയാണ് എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് എഴുത്തെഴുതി അറിയിക്കുക, ഞാൻ ഇതുപോലെ വിവാഹം കഴിച്ചു, എനിക്ക് വിശ്വാസത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അവര് പറയും ഈ പുസ്തകം എടുത്തിട്ടാണ് അവൻ ഇങ്ങനെയായി പോയത്, ഈ പുസ്തകം അവര് ബ്രെയിൻ വാഷ് ചെയ്ത് അവനെ മെന്റലാക്കി, അതുകൊണ്ടാണ് ഈ അമ്മ എപ്പോഴും പറയാം, ആ പുസ്തകം ഈ വീട്ടിലെങ്ങും കണ്ടുപോകരുത്. ഇപ്പോഴും അമ്മയ്ക്ക് ആ ബൈബിള് കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രയാസമാണ്. എന്നാല് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. നാട്ടിൽ കടന്നു പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ശബ്ദം എന്നോട് കേൾപ്പിച്ചത് എന്തെന്ന് വെച്ചാല്, തീച്ചുള 7 മടങ്ങ് വർദ്ധിക്കാൻ പോവുകയാണ്. ഒരു ദൈവദാസനിൽ കൂടെ ദൂതൻ എന്നെ കേൾപ്പിച്ചതാണ്. 6 കഷ്ടങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, എന്നാലും 7ാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല. നീ ഒരു കോടതിക്കകത്ത് നിൽക്കുന്നത് കാണുന്നു എന്നാ ദേവദാസൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇനി എന്റെ പിതാവിന്റെ സ്വഭാവം അറിയാം, നാട്ടിൽ ചെന്നിട്ട് അടുത്ത് എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇട്ട് നിൽക്കാനും പറ്റുന്നില്ല. നാട്ടിലോട്ട് പോവുകയാണ്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഒരു മോൻ റെജി, അവനും ഫാദറും കൂടെയാണ് എന്നെ ആക്ച്വലി ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അവര് വരുന്ന സമയത്ത് അവൻ ആക്ച്വലി ബോംബെ വന്ന് പിന്നീട് അവൻ സ്നാനപ്പെട്ട് കുടുംബമായിട്ട് ഇപ്പൊ അവനും കുടുംബവും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഒത്തിരി പേര് ബോംബെ വന്ന് ദൈവകൃപയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. എന്നാലേ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ ഫാദറും റെജിയും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ ഞാൻ എന്റെ സർട്ടിഫിക്കറ്റുകൾ, എനിക്കൊരു ചെറിയ സൂട്ട് കേസ് പെട്ടി 2-3 ഉണ്ട്, ഞാൻ ഫുള്ളി പാക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട്, വലിയ പെട്ടിയല്ല, നമ്മൾ ട്രെയിനിൽ നമുക്കറിയാമല്ലോ, സീറ്റിനടിയിൽ വെച്ചിട്ട് ഒരു ചെറിയ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എന്റെ കല്യാണ ഡ്രസ്സ്, ബൈബിള്, കുറച്ച് പൈസ, പിന്നെ എന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, ഇത് ജോലി ചെയ്ത് അവിടെ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും, എന്റെ കമ്പ്യൂട്ടർ പഠിച്ചതും, എന്റെ 10ന്റേതും, എന്റെ ഡിഗ്രിയും +2 പഠിച്ചതും, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എന്റെ തലയെ വെച്ചിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ബർത്തിൽ ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പം കുറച്ച് സമയമായപ്പോ എന്റെ കഴുത്ത് വേദന എടുത്തപ്പം അപ്പൊ ഫാദർ എന്നോട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, ഞാനിത് മിഡിൽ സീറ്റിലെ റെജി കിടന്നുറങ്ങുന്ന, സൈഡ് സീറ്റിൽ എന്റെ ഫാദർ കിടക്കുന്നു. ഫാദർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനിത് വെച്ചോളാം, നീ ഉറങ്ങിക്കോ, നീ അല്ലാതെ നേരെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങി. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി, പെട്ടി ആരോ എടുത്തോണ്ട് പോകുന്നെന്ന് പോലെ ഒരു ഉറക്കത്തിൽ പെട്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ അച്ഛൻ കിടക്കുന്നിടത്ത് പെട്ടി കാണുന്നില്ല, ആ ചെറിയ സൂട്ട് കേസ്. ഞാൻ നോക്കുമ്പോ എന്റെ സകല സർട്ടിഫിക്കറ്റുകളും, ആ ട്രെയിനിൽ മുഴുവൻ ഞങ്ങൾ TTയെ വിളിച്ച് അന്വേഷിച്ചു, ഒരു സാധനവും ഇല്ല. എന്റെ സർട്ടിഫിക്കറ്റ്, എന്റെ കല്യാണത്തിന്റെ ഡ്രസ്സ്, എന്റെ ബൈബിള്, സകല സാധനങ്ങളും അതിനകത്തുള്ളത് എടുത്തോണ്ട് പോയതാണോ അതോ എന്റെ ഫാദർ എടുത്ത് കളഞ്ഞു, ഇന്നും എനിക്ക് അറിയില്ല. ഒന്നുമില്ല. തിരിച്ചു നാട്ടിലോട്ട് പോവുക, ഒന്നുമില്ലാതാ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിന്നിട്ട് ആ വിവാഹം കഴിഞ്ഞ് നാട്ടിലേക്ക് ശാരീരികമായിട്ടുള്ള പ്രോബ്ലം ഇതുമായിട്ടല്ല, നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പം ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. എന്നിട്ട് ഞങ്ങള് കേസ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോയി. നാട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് സിറ്റുവേഷൻസ്, ബോംബെ എന്നുള്ള ആ റൂമിലുള്ള അടച്ചിട്ടതും ഇതെല്ലാം മാറിക്കഴിഞ്ഞപ്പം ശരീരത്തിന് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ അമ്മയും ഒക്കെ ഉള്ളത് കൊണ്ട് ശാരീരികമായിട്ട് പ്രോബ്ലംസ് കുറെയൊക്കെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ എന്റെ ഒരു കാര്യമില്ല. എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലോ എന്റെ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ തിരിച്ച് കുറച്ചു നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇത് അവര് റെയിൽവേന്ന് അവരെ അന്വേഷിച്ചിട്ട് കിട്ടുവാണെങ്കിൽ അവര് തരാന്ന് പറഞ്ഞു. പക്ഷെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ സ്കൂളിൽ പോയിട്ട് എന്റെ 10th സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് എന്റെ ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത്, സ്കൂളിലെ എന്റെ ടീച്ചർമാരുടെ അടുത്തെല്ലാം ഞാൻ ഒരു വിശ്വാസിയായെന്നുള്ള സാക്ഷ്യം അവരുടെ അടുത്ത് പറയാനായിട്ട് ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പം എന്റെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് പ്രസന്ന എന്ന് പറഞ്ഞിട്ട്, എന്റെ 8, 9, 10 എന്നെ ക്ലാസ് ടീച്ചർ. പുള്ളിക്കാരി ആക്ച്വലി
ഈ മദർ മേരിയൊക്കെ വിശ്വസിക്കുകയും ഉണ്ണിയേശുവിന്റെ പടമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ മാറേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും അതൊക്കെ വിശ്വസിക്കുന്ന ആളാ, പക്ഷെ നിനക്ക് ഭയങ്കര മാറ്റമായി പോയല്ലോ ദീനെ, ഞാനും വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ അന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പക്ഷേ സത്യവാങ്മൂലം കോടതിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, +2ന്റെയും എല്ലാം സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത് എഴുതി കൊടുക്കണം. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞ ദൂത് നടന്നതുപോലെ കോടതിയിൽ പോയിട്ട് നിന്നിട്ട് സാക്ഷ്യം പത്രം എഴുതി അവിടെ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അതെല്ലാം എഴുതി കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റും പിന്നീട് കിട്ടിയെങ്കിലും എല്ലാത്തിന്റെയും പുറത്ത് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്. ഒറിജിനൽ എല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. എന്നാൽ അതെല്ലാം പിന്നീട് തിരിച്ചെടുക്കാനായിട്ട് ഇടയായി. നാട്ടിൽ ചെന്ന് നിന്നപ്പോൾ നമുക്കറിയാം നാട്ടിലെ സാഹചര്യം കാരണം പഠിക്കാനെന്നും പറഞ്ഞൊരു കൊച്ച് നാട്ടിൽ വെച്ച് കല്യാണം നടന്നതായിട്ട് ആർക്കും അറിയയില്ല. പിന്നെ ഗർഭിണിയായിട്ട് നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തെ ഹസ്ബൻഡുമായിട്ട് 2-3 കുറച്ച് ദിവസം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന അവര് കണ്ടു. ഓക്കെ, അപ്പൊ അവരെല്ലാം വിചാരിച്ചിരിക്കുന്ന ഏതോ ക്രിസ്ത്യാനിയുടെ കൂടെ ഇവിടെ ഒളിച്ചോടി പോയി ബോംബെ പോയപ്പം ആരെ പ്രേമിച്ച് അങ്ങനെ കല്യാണം കഴിച്ചു. അവൻ കളഞ്ഞിട്ട് പോയപ്പോ അതുകൊണ്ട് ആരുമില്ല, കാരണം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരും വരുന്നില്ല, വീട്ടുകാരും നോക്കാനായിട്ട് വരുന്നില്ല. ഞാൻ അവിടെ ഗർഭിണിയായിട്ട് വന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥ ഒരുപാട് പ്രയാസത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. എന്നാല് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്ന് ശിഷ്യന്മാരെ ഉറപ്പിച്ചെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ദൈവം കൃപ ചെയ്യും. അതുകൊണ്ട് എന്റെ പിതാവ് മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല. ചില ദിവസങ്ങളിൽ നന്നായിട്ട് ബഹളം ഉണ്ടാക്കും വീട്ടില്, കാരണം നീ ഒറ്റയൊരുത്തി കാരണം ദേശത്ത് മുഴുവൻ നാണക്കേടായി, കുടുംബത്തിൽ അങ്ങനെയായി, അറിയാം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാല് ഒരു ദിവസം രാത്രി ഞാൻ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ മദ്യപിച്ചിട്ട് വന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ബൈബിൾ വലിച്ചെറിഞ്ഞിട്ട് എന്നെ വീടിന് പുറത്തിറക്കി വിട്ടു. എന്നിട്ട് ഗേറ്റും പൂട്ടി, വീടും പൂട്ടി, ലൈറ്റ് ഓഫ് ചെയ്ത് നല്ല മഴയും, എവിടോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. അന്ന് രാത്രി ഞങ്ങൾക്ക് പശു ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ പശുവിന്റെ തൊഴുത്തിന്റെ അവിടെ കയറി കുറച്ച് സമയം നിന്ന്. അപ്പം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നന്നായിട്ട് പുറത്തൊറ്റയ്ക്കല്ലേ, രാത്രിയുമായി ഇത്ര അർദ്ധരാത്രി സമയത്ത്, അതും ഗർഭിണിയുമാ, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അമ്മയെ പിടിച്ചിട്ട് കട്ടിലിന്റെ ഒരു സൈഡിൽ ഇട്ടിട്ട് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞ അങ്ങനെ ഇട്ടു. പക്ഷെ പുള്ളി മദ്യപിക്കാതെ പിറ്റേന്ന് ദിവസം രാവിലെ ആകുമ്പോൾ പുള്ളിക്കാരൻ നോർമലിയാ. പുള്ളിക്ക് അങ്ങനെ ഒരാൾ ചെയ്തതായിട്ട് നമുക്ക് ഒരിക്കലും പുള്ളിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ മദ്യപിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരൻ വേറൊരാളായിട്ട് മാറും. എന്നിട്ട് എന്നെ അന്ന് രാത്രി പുറത്തിറക്കി നിർത്തി. ഒരു 3:30-4 മണി സമയം വരെ വെളുപ്പിന് ഞാൻ പുറത്തു നിന്ന് കരഞ്ഞു. കാരണം എവിടോട്ട് പോകുമെന്ന്, എങ്ങും പോകാൻ ഒരിടവില്ല. അമ്മ പിന്നെ വെളുപ്പിനായപ്പോഴത്തേന് പുള്ളി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ എന്നെ അകത്ത് കയറ്റി. അങ്ങനെ ഞാൻ അവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ആരാധനയ്ക്ക് തുമ്പോണ് വരെ ഇത്രയും ദൂരം ഈ വയർ വെച്ചിട്ട് ബസ് കയറി എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ആരാധനയ്ക്ക് പോകണം. അപ്പൊ നൂറിനാട്ട് ചർച്ച് ഉണ്ടെന്ന് എനിക്കറിയാം. നൂറിനാട് എന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് എല്ലാം പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളുമാണ്. അപ്പം അവിടെ അടുത്ത് എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത്രയും ദൂരം പോകാൻ പറ്റത്തില്ല, എന്നെ ഒന്നും അമ്മ സഹായിക്കണം, ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട് കുട്ടിയമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ആന്റി, അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞതുപോലെ പാറയിലെ നൂറിനാട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചുണ്ട്, അവിടെയാണ് അവരെല്ലാം ആരാധനയ്ക്ക് പോകുന്നത്, നീ അവിടോട്ട് ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ, ഒരു ഞായറാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് ആദ്യം ബൈബിളൊക്കെ ആയിട്ട് പോയി ബസ് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കണ്ട് വെള്ള സാരി ഉടുത്ത് 2-3 ആൾക്കാർ മുന്നേ പോകുന്നു. അവരുടെ കൂടെ ഞാനും മുന്നോട്ട് നടന്ന് അപ്പൊ ചർച്ചിൽ ചെന്ന് ഞാൻ പരിചയപ്പെട്ടു. ചർച്ചിൽ എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ അച്ഛനും ഈ അവിടെ രാജൻ അബ്രഹാം എന്ന് പറഞ്ഞ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്ററാണെന്ന് അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെയാണ്. ദുബൈയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് സുവിശേഷത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് അദ്ദേഹം അവിടെ സുവിശേഷ വേല ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്, ആക്ച്വലി എന്റെ അമ്മയുടെ ആങ്ങളയുടെയും അമ്മയുടെയും, അവരെല്ലാം എന്റെ അമ്മയുടെ കൂടെ പഠിച്ചതും അങ്ങനെയുള്ള ഒരു കൂട്ടുകാരെന്ന രീതിയിലുള്ളത്. പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു ആക്ച്വലി അവരെല്ലാം അങ്ങനെയാണെന്ന്. ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ കൊച്ചുണ്ടികളിലെ പത്മനാഭന്റെ കൊച്ചുമോളാണ്. ഞാൻ ഇതുപോലെ ബോംബെയിലായിരുന്നു. ഞാൻ ഇവന്റെ വിവാഹം കഴിഞ്ഞാണ് ഇവിടെ നാട്ടിൽ വന്നു. ഇപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നാണ് അങ്ങനെ ആരാധിക്കാൻ. അപ്പോഴേ പാസ്റ്ററിന്റെ അപ്പച്ചൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പത്മനാഭനെ ഞാൻ ഒരുമിച്ച്, എന്റെ വല്യച്ഛന് അവിടെ കൊപ്രയുടെ ബിസിനസ്സും പിന്നെ അന്നത്തെ വലിയൊരു ബിസിനസ് മാൻ അദ്ദേഹം, നല്ല
പൈസയൊക്കെ ഉള്ളൊരു നല്ലൊരു അദ്ദേഹം. അവരെ ഒരുമിച്ച് ബിസിനസ് ചെയ്തത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പത്മനാഭന്റെ കൊച്ചുമോള് ഞാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമെന്ന്. ആ അപ്പച്ചനും അമ്മച്ചും മരിച്ചെങ്കിലും ഇന്ന് വരെ ആ മരിക്കുന്ന സമയം വരെ ഞങ്ങൾ എല്ലാ വെക്കേഷനും പോകുമ്പോഴേ ഭയങ്കര സ്നേഹമായിരുന്നു ആ അപ്പച്ചനും അമ്മച്ചിയും. രാജൻ അബ്രഹാം പിന്നെ പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവമക്കളും പാസ്റ്റർമാരും വീട്ടിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ അപ്പൻ ഇറങ്ങിപ്പോവും, എന്നാലും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അവിടെ വന്നു. അത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വിടുതലായി. ദേവദാസന്മാർ കടന്നു വരുവാനിടയായി തീർന്നു. നമ്മൾ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയാലും ദൈവത്തിന്റെ പ്രവൃത്തി ഭവനത്തിൽ വെളിപ്പെടുവാൻ ദൈവം അതൊരു വഴിയായി തീർന്നു. അങ്ങനെ എന്റെ ഡെലിവറിയുടെ സമയമായി. അപ്പം ഹോസ്പിറ്റലിൽ പന്തളത്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഡെലിവറിക്കായിട്ട് ഡേറ്റ് എടുത്ത് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ബ്രീച്ചാണ്, അതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കില്ല, സിസേറിയൻ ചെയ്യണം. അങ്ങനെ സിസേറിയൻ ചെയ്ത് എൻ്റെ ഫസ്റ്റ് മോളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു, കെസി മോളെ. അവൾ ഡെലിവറി കഴിഞ്ഞ് രാജൻ പാസ്റ്ററും മോനിച്ച പാസ്റ്റർ ഇവരെല്ലാവരും ആ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. എൻ്റെ ബന്ധുക്കളെക്കാൾ കൂടുതൽ ഈ ചർച്ചിലുള്ള ആൾക്കാരും ഈ ദേവദാസന്മാരും എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കാനും സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഡെലിവറി കഴിഞ്ഞു അതും കത്തിൽ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. അപ്പനെ അമ്മയും അവരുടെ വീട്ടിൽ അറിയിക്കുന്നത് ഇങ്ങനെ ഒരു മോളുണ്ടായി എന്നറിഞ്ഞു. ദൈവകൃപയാലെ ആരോഗ്യത്തോടെ ദൈവം മോളെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന്റെ കൃപയിലെ ഇതുവരെ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. മോളുണ്ടായി കഴിഞ്ഞപ്പം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരില്ല, ഇതാരും വരുന്നില്ല, ഞാൻ നാട്ടിലെ നിൽക്കുക. അപ്പം നാട്ടിലെ ചോദ്യം നമുക്കറിയാം ഇഷ്ടം പോലെ. എൻ്റെ പേരൻസും ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ കുടുംബക്കാർ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു പോയതാണ്, കൊച്ചവള് ഡിഗ്രിക്ക് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവരുടെ നാട്ടുകാരുടെ ചോദ്യം, പ്രയാസങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ ദൈവം ഒത്തിരി കാര്യങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിന്റെ കൃപയാലെ ദൈവം വലിയ അത്ഭുതം ചെയ്തു. മോൾക്ക് ഒരു 3 മാസം പ്രായമായി ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ ഞങ്ങൾ പറയാതെ തന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും ഇളയ പെങ്ങളുടെ ഹസ്ബൻഡും കൂടെ എന്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. കണ്ണൂരിന്നവര് അതിന് മോള് ഒരു 3 മാസം പ്രായമായി കാണും. ആ സമയത്ത് അവര് ആദ്യമായിട്ട് ചോദിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചു വന്നു, അഡ്രസ്സ് തിരക്കി. ഹസ്ബൻഡിനോട് ചോദിച്ചു വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചെങ്കിലും ഒന്നും അവര് പറഞ്ഞില്ല. അപ്പൊ ഇന്നടത്താണോ എന്ന് പറഞ്ഞല്ലാതെ ഇത്രയും ദൂരം, അതായത് കണ്ണൂരിൽ നിന്ന് നമുക്ക് ട്രെയിനിനാണ് 8 മണിക്കൂർ യാത്രയുണ്ട് കായംകുളത്തു നിന്ന് കണ്ണൂർ വരെ പോകണമെങ്കിൽ. അവിടെ നിന്ന് അവര് തലേന്ന് രാത്രിയിൽ ഇറങ്ങി പിറ്റേന്ന് രാവിലെ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ട്, ബസ് പോകുന്ന റൂട്ടാണ്, വീടിന്റെ തൊട്ട് ഫ്രണ്ടിലെ ഒരു എന്താ പറയാ ഒരു കടയുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് ചോദിച്ചു. അപ്പൊ അനിയത്തി രാവിലെ കോളേജിലോട്ട് പോകാൻ, അവൾ പന്തളം കോളേജിൽ പഠിക്കുന്ന സമയം കോളേജിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പം പെട്ടെന്ന് കടയിലുള്ള ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലോട്ട് അന്വേഷിച്ചാൽ 2 പേര് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ വരുന്ന കുട്ടിയുടെ വീടാ അതെന്ന് പറഞ്ഞ് അനിയത്തിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അവള് ഫോട്ടോ കണ്ടിട്ടുണ്ട്, അയ്യോ ഇത് വിജയൻ ചേട്ടന്റെ അച്ഛനും ആണല്ലോ, അവരുടെ വീട്ടിൽ ആരാണ്ടാണല്ലോ ഇവിടെ വന്ന്. അവൾ അവരെ കൂട്ടി വീട്ടിലോട്ട് വന്നു. പക്ഷെ എല്ലാ ദിവസവും കെസിയമോള് കുളിപ്പിച്ച് രാവിലെ 7 മണിയാകുമ്പോൾ കുളിപ്പിച്ചാൽ അവള് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ 11-12 മണിയായ അവൾ ഉണരും. ആ സമയത്താണ് ഞാൻ അവളുടെ ഡ്രസ്സ് കഴിയുകയും ബാക്കിയുള്ള എന്റെ ജോലികളെല്ലാം ചെയ്തു തീർക്കുക. അന്ന് അവൾ ഈ 9 മണിയായിട്ട് ഇവള് ഉറങ്ങുന്നില്ല. ഇവള് കണ്ണ് തുറന്നിങ്ങനെ കളിച്ചോണ്ടേ കിടക്കുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാരും, ഞാനും അമ്മയും അച്ഛനും എല്ലാം ചോദിക്കും ഇവളെന്താ ഇന്ന് ഉറങ്ങാത്തത്, ഒരു പണി ഇന്ന് നടക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവളെയും കൊണ്ട് ഞാനിങ്ങനെ നടക്കുക. അവള് താഴെ കിടക്കയില് അവള് കളിയും ചിരിയായിട്ട് കിടക്കുക. എന്നാലേ ഈ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനും ഈ പെങ്ങളുടെ ഹസ്ബൻഡും കൂടെ വന്ന് അവരെ കണ്ട് അവരുടെ മടിയിലിരുന്ന് ഒരു അല്പസമയം കഴിഞ്ഞ് അവരോട് കളിച്ച് ചിരിച്ചിട്ടാണ് ഇവൾ ഉറങ്ങുന്നത്. എന്നെ എന്നും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും 7 മണി കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് കിടത്തിയ 11-12 മണി വരെ കിടന്നുറങ്ങുന്നു. അന്ന് അവള് 10-11 മണി വരെ അവൾ ഉറങ്ങിയിട്ടില്ല. അവള് ഈ കാത്തിരിക്കുന്നത് പോലെ ഒരു ഇതായിരുന്നു. അവര് വന്നു കണ്ടു, അവരുടെ വിഷമങ്ങൾ അവർ പറഞ്ഞു. എൻ്റെ അച്ഛനോട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു, ഇവരങ്ങനെ വിശ്വാസം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലരും ഉണ്ട് ഇവരെ മതപരിവർത്തനം ചെയ്ത് അങ്ങനെ നമ്മുടെ ചെയ്യാറ്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളില്ലാതെ നിങ്ങൾ വിവാഹം നടത്തി കൊടുത്തു എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഫാദർ പറഞ്ഞപ്പം അവരുടെ വിശ്വാസം അങ്ങനെയാണ്, ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അന്നേരം അവരുടെ മുന്നേ വെച്ച് അച്ഛന് എന്നെ ഒന്നും പറഞ്ഞില്ല. ആക്ച്വലി അതൊരു ഭയങ്കര ഇതായിരുന്നു, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മളത് നടത്തി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊഴിഞ്ഞ് അന്ന് ഒരു ഉച്ചവരെ വീട്ടിൽ നിന്നും അവര് ആഹാരമൊക്കെ കഴിച്ചു സന്തോഷത്തോടെ അന്ന് അങ്ങനെ തിരിച്ച് ഒരു കണ്ണൂരേക്ക് മടങ്ങി പോകാനായിട്ട് ഇടയായി തീർന്നു. അതെന്റെ ജീവിതത്തിൽ വലിയൊരു മിറക്കിളായിരുന്നു. കാരണം ആരുമില്ലാതെ, ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല, ഹസ്ബൻഡ് ഇവിടെ കുവൈറ്റില്. എന്നാല് കുഞ്ഞിനെ കാണാനായിട്ട് അവർ വന്നപ്പോ അതൊരു അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച ഒരു ദൈവത്തിൽ. ഞാൻ അതുകൊണ്ട് പറയാം,
അവര് എപ്പോഴും നല്ല ആൾക്കാരാ. അതായത് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നവരെക്കാട്ടിലും ഒത്തിരിയും എന്താ പറയാ, ഹൃദയത്തിൽ സ്നേഹമുള്ള ഒത്തിരിയും ആൾക്കാരാണ് അവർ. എന്നാലേ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ഒരു നിവർത്തീകരണം പോലെ, ദൈവം വന്ന വാഗ്ദത്തം. എന്നിട്ട് അവര് വന്നതൊക്കെ കുട്ടി ഉടുപ്പും, അറിയാമല്ലോ ഹിന്ദുക്കൾ ഈ ചരടൊക്കെ കെട്ടണം, കുഞ്ഞിന് 28 കെട്ടണം, അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ചെയ്തില്ല. അതിനൊക്കെ ഉള്ള കാര്യം ഞാൻ അന്നേരം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് അതൊന്നും ചെയ്യാൻ ഞാൻ അനുവദിച്ചതുമില്ല. എന്നാലേ അവരവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചുപോയി. അതിനുശേഷം 6 മാസത്തിന് കഴിഞ്ഞപ്പം ബോംബെയിലുള്ള ജ്യേഷ്ഠൻ വന്ന് കുഞ്ഞിനെ കണ്ട് തിരിച്ചുപോയി. എന്നാല് ജ്യേഷ്ഠൻ വന്ന് സന്തോഷമായിരുന്നു. അദ്ദേഹം വന്ന് കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. അവർ വേറെ ഒന്നും ഞങ്ങളോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്ക് കുവൈറ്റിലോട്ട് കടന്നു വരാനെ കൊണ്ട് മുകളിൽ ഞാൻ പാസ്പോർട്ട് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡിന് ഫാമിലി സ്റ്റാറ്റസിൽ കൊണ്ടുവരാനുള്ള സാലറി ഇല്ല. അപ്പം വിസിറ്റിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ മോൾക്ക് 1 വയസ്സും 3 മാസം ഉള്ളപ്പോഴാണ് ഞാൻ കുവൈറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് വിടുതലുകൾ എന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്തു. എന്റെ സഹോദരി വിവാഹം കഴിച്ച് അവൾക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവരൊരു വീട് സ്ഥലം കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടഭാരം ഉണ്ടായി. അങ്ങനെ അതിന്റെ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, വീട്ടുകാരുടെ പ്രശ്നമൊക്കെ ആയിട്ട് അവൾക്കൊരല്പം മാനസികമായിട്ട് അവൾ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അവർക്ക് തലമുറകൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു കുഞ്ഞായില്ല. അപ്പൊ അതൊക്കെ അവളെ ഒത്തിരി അലട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇവളുടെ വിവാഹ സമയത്ത് ദൈവത്തിന്റെ ഒരു ശബ്ദം എന്നെ ബോംബെ വെച്ച് കേൾപ്പിച്ചായിരുന്നു. ഇവൾക്ക് ഇങ്ങനെ തലമുറകളില്ലാത്ത ഭാരവും കടഭാരവും ഒക്കെ കടന്നു വന്നിട്ട് ഇവള് നിന്റെ അടുക്കൽ വരും, അന്ന് നീ അവളോട് സുവിശേഷം പറയണമെന്ന്, അങ്ങനെ അവൾ കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയാകുമെന്ന് ഒരു ദൈവത്തിന്റെ ശബ്ദം എന്നോട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനിയത്തി ഒരു ദിവസം അവൾ വിചാരിച്ചൊന്ന് മരിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനം അവളുടെ ഹൃദയത്തിലെത്തി. എന്നിട്ട് അവൾ എന്റെ ഭവനത്തിലേക്ക് വന്നത്, വീട്ടിലൊരു കുഞ്ഞുണ്ടല്ലോ, എന്തായാലും കെസിമോളെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോയിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അവൾ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എനിക്ക് ഇവള് വന്നപ്പോഴേ മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട് എന്ന്. അന്ന് രാത്രിയില് ഞാൻ അവളോട് പറഞ്ഞു, നീ എന്റെ കൂടെ മോളുടെ കൂടെ ഈ ബെഡ്റൂമിൽ കിടന്നാൽ മതി. ഞാൻ അന്ന് അവളോട് ചോദിച്ചു നിന്റെ വിഷയങ്ങൾ എന്താണെന്ന്. അന്നേരം അവള് വേദനയോട് അവളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അന്ന് രാത്രികാലം ഞാൻ അവളോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും കർത്താവിന്റെ രക്തത്താലുള്ള വിടുതലിനെ കുറിച്ചും ദൈവം നമ്മളുടെ രക്ഷകനായിട്ട് എങ്ങനെയാണ് കടന്നു വന്നതെന്നും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രക്ഷയുടെ സുവിശേഷം അവളോട് പറഞ്ഞു. അന്ന് രാത്രിയിലെ അവള് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ദൈവമായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവള് ആ മരണത്തിന്റെ ആ ഒരു അവസ്ഥ മാറിയിട്ട് അവള് ഒരു നിത്യജീവൻ പ്രാപിച്ചവളായിട്ട് അവിടുന്ന് പിറ്റേ ദിവസം അവള് ആ രാത്രി മുഴുവൻ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. സന്തോഷത്തോടെ അവളുടെ ഹസ്ബൻഡിന്റെ ഭവനത്തിലേക്ക് അവൾ തിരിച്ചു പോകാനായിട്ട് തീർന്നു. അപ്പൊ ഞാൻ ആ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് നൂറിനാട് ബാങ്കിൽ പോകണം എന്നും പറഞ്ഞിട്ട് ഞാൻ മോളുമായിട്ട് പോയിട്ട് നൂറിനാട്ട് തന്നെയാണ് അവളെ വിവാഹം കഴിച്ചയച്ചേക്കുന്നത്. ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് ഇവളെ ഞാൻ കൂട്ടിന് വിളിക്കും, എന്നെ പ്രയറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോകാനാണ്. എനിക്ക് മോള് കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരാളുടെ സഹായം വേണമെന്ന് പറഞ്ഞിട്ട് പോയി വിളിച്ചിട്ട് അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഞാൻ അവളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി. അതിനുശേഷം അവള് പിന്നീട് തനിയെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ അവിടുന്ന് കുവൈറ്റിലേക്ക് പോകുന്നതിന് ശേഷം അവള് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അപ്പൊ അവളുടെ വീട്ടിലെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ അറിഞ്ഞ് ആ ഹസ്ബൻഡിന് വിവരം അറിയിച്ചു, അവളെ ഡൈവോഴ്സ് ചെയ്ത് ഇങ്ങനെ ചേട്ടത്തിയുടെ പോലെ അവളും ഇങ്ങനെ പള്ളിയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവര് പ്രോബ്ലം ഉണ്ടാക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാലേ ദൈവത്തിന്റെ കൃപയാലെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടില്, അതായത് അറിയാം ഹിന്ദുക്കളുടെ വീട്ടിലെ വിഗ്രഹങ്ങൾ വെക്കാറുണ്ട്, അവര് പൂജയും പ്രാർത്ഥനയും നേർച്ചു. ഒരു ദിവസം ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ഞാൻ ഈ വിഗ്രഹം ഒരു പൂജാമുറിയിലുണ്ട്, അതിനകത്ത് കയറിയിട്ട് ഇതെല്ലാം എടുത്തിട്ട് കാലം കൊണ്ട് സ്തോത്രം പറഞ്ഞ് എല്ലാം ചവിട്ടി ഉടച്ചു. അവിടെ വെച്ചിരുന്ന സകല വിഗ്രഹങ്ങളും ചവിട്ടി ഉടച്ചിട്ട് ഞാൻ അതെല്ലാം വാരി, അച്ഛനാണെങ്കിൽ വിളക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, അമ്മയ്ക്ക് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പണ്ട് ചെയ്തു വരുന്നത് പോലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴും വെക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നു. കാരണം ഈ ഇവരുടെ എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കണം, അതിന് പോകണം ഇതിന് പോകണം, നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് പറ്റത്തില്ല. ഒരു ദിവസം പരിശുദ്ധാത്മ പ്രേരണയിൽ ഇതെല്ലാം അടിച്ചടച്ച് നമുക്ക് പശു ഉണ്ട്, പശുവിന്റെ ചാണകം കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു കുഴി ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം എന്നിട്ട് ഞാൻ വാരി സ്തോത്രം പറഞ്ഞിട്ട്, അപ്പൊ എന്റെ അമ്മ ഓടി വന്നിട്ട് വിളക്കും കിണ്ടിയൊക്കെ എടുത്തോണ്ട് പോയി. കാരണം അത് അവർക്ക്, അമ്മ പറഞ്ഞത് എനിക്ക് എന്റെ വിവാഹത്തിന് എന്റെ അച്ഛൻ ഗിഫ്റ്റ് തന്നതാ, ഇത് പൈസ കിട്ടുന്നത്, നീ ഇത് ഉടച്ചു കളയരുതെന്ന് പറഞ്ഞ് അത് 2 എണ്ണം എന്റെ അമ്മ എടുത്തോണ്ട് പോയി. എന്നിട്ട് ബാക്കി മുഴുവൻ ആ മുറിക്കകത്തിരുന്ന സകല വിഗ്രഹങ്ങളും വന്നു ഉടച്ച് ഞാൻ ആ ചാണകം ഇടുന്ന ആ കമ്പോസ്റ്റ് ചെയ്യുന്ന ആ കുഴിക്കകത്ത് കൊണ്ടിട്ട് സ്തോത്രം പറഞ്ഞിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി. ഇവിടെ ഇനി ഞാൻ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ വിളക്ക് വെക്കണ്ട, പാസ്റ്റർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മ ഇനി പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി, ദൈവമാണ് വിടുവിക്കുന്നത്, യേശുവേ ഉള്ളൂ, വേറൊരു ദൈവമില്ല, ജീവനുള്ള ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം വന്ന് ഉടച്ചു കളഞ്ഞു. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ
കമ്പോസ്റ്റ് ഇട്ട ഇതിനകത്തുനിന്ന് ഈ ആൾക്കാര് അടുത്തുള്ള വീട്ടിലെ ഒരാൾ പറഞ്ഞു കുറച്ച് ഇത് കമ്പോസ്റ്റ് ചെയ്ത വളം വേണം, അതെടുക്കാനായിട്ട് അവരൊരു ടെമ്പോയായിട്ട് കടന്നു വന്നു. അപ്പൊ എന്റെ അച്ഛൻ ഇത് കൊടുക്കാനായിട്ട് നോക്കിയപ്പം വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്ന വിഗ്രഹങ്ങളുടെ പൊടിയല്ല അതിനകത്ത് കിടക്കുന്നു. അപ്പൊ അച്ഛൻ എന്നെ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് എന്താടി പറ്റിയത്, ഇത് ആരാ ഇതെല്ലാം ഉടച്ചു കളഞ്ഞെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിന്റെ മോളായിരിക്കും ഇത് ചെയ്തത്, നാളെ നമ്മളെ രണ്ടുപേരെ ആയിരിക്കും അവള് ചിലപ്പോ ഇതിനകത്ത് കൊണ്ടുവന്ന് താഴ്ത്തുന്നതെന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ട് പോയി. പക്ഷെ അതിനുശേഷം ആ ഭവനത്തിനകത്ത് വലിയൊരു വിടുതലാണ് നടന്നത്. ദേവദാസന്മാർ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എല്ലാവരും അമ്മ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം. എന്നാൽ ഞാൻ കുവൈറ്റിലേക്ക് മോൾക്ക് 1 വയസ്സ് 3 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് കുവൈറ്റിലേക്ക് കടന്നു വരുന്നത്. കുവൈറ്റിലെ ഇങ്ങോട്ട് വരുന്നത് വന്ന് ഹസ്ബൻഡ് ഇവിടെ ചർച്ചിൽ വന്ന് വിസിറ്റിംഗിലായതുകൊണ്ട് 3 മാസം ഇവിടെ നിൽക്കാൻ പറ്റും. അതിനുശേഷം ജോലി അന്വേഷിക്കണം. 3 മാസം ജോലിയൊന്നും ആയില്ല. പിന്നെ വർക്ക് വിസ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ഒന്നും കൂടെ പോയിട്ട് തിരിച്ചു വന്ന് വിസ മാറിയിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അന്ന് മുതൽ 2002 നവംബറില് തൊട്ട് കുവൈറ്റില് അന്ന് മുതൽ കുവൈറ്റില് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, പെട്ടെന്ന് നമ്മള് ചെറിയ കുഞ്ഞുമായിട്ട് കടന്നു വന്ന് ജോലി, കുടുംബത്തിന്റെ പ്രയാസം, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടം അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര ഈസി അല്ല ജോലിയൊക്കെ ലഭിക്കാനെ കൊണ്ട്. എന്നാല് ദൈവകൃപയാലെ ദൈവം ഞങ്ങളെ നടത്തി വിശ്വാസ ജീവിതത്തിൽ ഇവിടെ നിലനിൽക്കാനും സഭയായിട്ട് ദൈവമക്കളോടുകൂടെ ആരാധിക്കാനും എല്ലാം ദൈവം കൃപ ചെയ്തു. ഞങ്ങള് തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നത് 7 വർഷം കഴിഞ്ഞിട്ടാണ്. 2007 ആദ്യമായിട്ട് കുവൈറ്റിൽ നിന്ന് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. അതുവരെ പോയില്ല. അതൊരു ദൈവത്തിന്റെ ഒരു വലിയ വാഗ്ദത്തം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ ജോലിക്ക് പോയി, ഇവിടെ എനിക്കൊരു ജോലി കിട്ടിയത് ഡബിൾ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ രാവിലെയും വൈകിട്ടും പോകണം. അപ്പം വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥന എനിക്ക് ബുദ്ധിമുട്ടായി. മോളെ സ്കൂളിൽ ചേർക്കാറായപ്പോൾ മോളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അവളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. അവള് ചെറിയ കുഞ്ഞല്ലേ, ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ബേബി സിറ്റിംഗ് ഉണ്ട്. അപ്പം ഒത്തിരി അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിന്റെ എല്ലാം മധ്യത്തിൽ ഞങ്ങളെ നിലനിർത്തി. ഇവിടെ കുവൈറ്റിലെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഒരു കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങള് ഹസ്ബൻഡിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ എന്ത് ചെയ്താല് എനിക്ക് പിന്നെ അടുത്തൊരു കുഞ്ഞിനോട് വേണം എന്നുള്ള ഒരു കാരണം എന്റെ ആ ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായ ആ ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഓർത്തിട്ട് പിന്നീട് ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങളിവിടെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് പോലും എനിക്ക് അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഡബിൾ ഷിഫ്റ്റ് ഉള്ള ജോലി ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പം എന്റെ ഹസ്ബൻഡിന്റെ കമ്പനിയിലേക്ക് തന്നെ അവിടെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ ജോലി എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ജോലിക്ക് കയറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കൺസീവ് ആയിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു. ബ്ലീഡിങ് തുടങ്ങി. അപ്പം ഇവിടത്തെ അറിയാമല്ലോ, ഒരു 6 വർഷം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗർഭപാത്രം ചുരുങ്ങിപ്പോയി. അപ്പം പിന്നെ ഒരു കുഞ്ഞിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം അല്ലാത്തതുപോലെ ചുരുങ്ങിപ്പോയ ഒരവസ്ഥയായിരുന്നു എന്റെ ഗർഭപാത്രം. അതുകൊണ്ട് കൺസീവ് ആയ ഉടനെ അത് നിൽക്കാൻ പറ്റാതെ വണ്ണം ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയി. ഇപ്പൊ ഞാൻ പുതിയൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അധിക ദിവസം ആയിട്ടില്ല, 15 ദിവസം കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഈ GCCയിലെ മുസ്ലിം കൺട്രീസിലെ ഒന്നും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ ഈ അബോർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കത്തില്ല, ഇവിടെ ചെയ്യുകയില്ല. ഇവിടുത്തെ മിനിസ്ട്രിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അതിനുള്ള ഒരു അനുവാദവും ഇല്ല ഇവിടെ. ഞാൻ ഡോക്ടറെ കണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ അത് ഓൾറെഡി പോയി, അതിന് ജീവനില്ല. ഇനിയും അത് എന്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ബ്ലീഡിങ് അങ്ങനെ ഹൈ ആയിട്ട്, കാരണം ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് അവധി എടുക്കാനോ അങ്ങനെ പുതിയൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്ത സമയമാണ് അത്. ആ സമയത്ത് എന്നാല് ഞങ്ങൾക്ക് കമ്പനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എന്നാല് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലെ അവരോട് പറഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എന്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് ഇവിടെ ഒരു അൽസലാം എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാരണം ഹീമോഗ്ലോബിൻ പോയത് കൊണ്ട് എനിക്ക് വളരെ പ്രയാസമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അത് പോവാനായിട്ട് ഇടയായി തീർന്നു. 2ാമത് ഞാൻ കൺസീവ് ആയത്. അതിനുശേഷം ദൈവം തന്നൊരു തലമുറയാണ് ലിദിയ മോള് ഞങ്ങൾക്ക്. ദൈവം ഒരു പെൺതലമുറയെ ദൈവം തരും. അത് കർത്താവ് വാഹനം ഏറാൻ കഴുതേ അതിന്റെ കുഞ്ഞിനെ ഉപയോഗിച്ചാൽ അവളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് കൺസീവായി. അവൾക്ക് 2 മാസമുള്ള സമയത്താണ് ഈ 6 വയസ്സുള്ള കെസിയ മോളും അവർ തമ്മിൽ 6 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഈ 2 മാസമുള്ള ലിദിയ മോളുമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിലേക്ക് ഞങ്ങള് കുടുംബമായിട്ട് ആ വീട്ടിലേക്ക് പോകാനിടയായി തീർന്നത്. അത് ഒരു വലിയ മിറക്കിളാണ് എൻ്റെ ആ ഡെലിവറി എന്ന് പറഞ്ഞാൽ. കാരണം ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. കാരണം ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് രണ്ടാമത്തേതും സിസേറിയൻ ചെയ്യുമെന്ന് നോർമലി അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഹോസ്പിറ്റലില് അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ആ കർത്താവിന്റെ ദാസി എന്നോടൊരു ദൂത് പറഞ്ഞ്, നീ ഡെലിവറി സമയമാകുമ്പോഴത്തേനും നിന്റെ ഹോസ്പിറ്റൽ മാറും, നിനക്കൊരു നോർമൽ ഡെലിവറി ദൈവം തരും, നിന്റെ അമ്മ നിന്റെ കൂടെ ഇവിടെ ഈ കുവൈറ്റിലെ ഹോസ്പിറ്റലില് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്ന് ഒരു ദർശനം പുള്ളിക്കാരി കണ്ടിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ ഫാമിലിയുടെ വിസയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അമ്മയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. തന്നെയല്ല, അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ മാറുമെന്ന് പറഞ്ഞ് പെട്ടെന്നാണ് ഞങ്ങളുടെ ഇൻഷുറൻസ്, ആ കമ്പനി അധികം എന്തോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് കൊണ്ട് ആ ഹോസ്പിറ്റലിനെ അവർ ബാൻ ചെയ്യാനിടയായി തീർന്നു ഞങ്ങളുടെ അങ്ങനെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെ കുവൈറ്റ് മിനിസ്ട്രിയിലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ പോയി കണ്ടു. അപ്പം കണ്ടതിന് ശേഷം ദൈവത്തിന്റെ ദൂത് ഉണ്ടായിരുന്നല്ലോ, ഒരു നോർമൽ ഡെലിവറി ദൈവം തരും, സിസേറിയൻ കഴിഞ്ഞിട്ട് അടുത്ത് നോർമൽ ഡെലിവറി തരുമെന്ന് പറഞ്ഞപ്പം ഞാൻ അതിൽ വിശ്വസിച്ചു. അമ്മ ഇവിടെ കടന്നു വരുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങള് അമ്മയുടെ പാസ്പോർട്ട് എടുക്കാനായിട്ട് അമ്മയോട് പറഞ്ഞു. ആ സമയമായപ്പോഴത്തേന് അമ്മ സ്നാനപ്പെട്ടിരുന്നു നാട്ടിലെ AG ചർച്ചിലെ നൂർനാട് രാജൻ പാസ്റ്റർ അമ്മയെ സ്നാനപ്പെടുത്തിയിരുന്നു. അങ്ങനെ അമ്മയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. അമ്മ ഇവിടെ വരാൻ ഞങ്ങൾ പോയി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. കൃപയാലെ വിസ അപ്ലൈ ചെയ്തവർ തന്നു. ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അമ്മ വരുന്ന അന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക, കാരണം എൻ്റെ ഡ്യൂ ഡേറ്റ് ആയി. അന്ന് രാവിലെ അമ്മയെ ഞങ്ങൾ റിസീവ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് റൂമിൽ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് രാത്രിയിലെ വെളുപ്പിനെ ആയപ്പം ജൂലൈയിലെ 2007 ജൂലൈ 4-ാം തീയതി ആ ദൈവം പറഞ്ഞതുപോലെ തന്നെ സിസേറിയൻ ചെയ്യാതെ നോർമൽ ഡെലിവറി രണ്ടാമത്തെ കുഞ്ഞിനെ ദൈവം ദാനം തരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വുന്ന ദൈവം പറഞ്ഞാൽ അത് ഒരു മാറ്റവുമില്ല. എൻ്റെ ജീവിതത്തിലെ ഇന്ന് ഈ നിമിഷം വരെയുള്ള ഓരോ സംഭവങ്ങളും എടുത്തു നോക്കുമ്പോഴങ്ങനെയാണ്. അങ്ങനെ മോളുമായിട്ട് അമ്മ 2 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഫാദറിന് സീരിയസ് ആയി. അപ്പം പുള്ളിക്കാരന് മരണാസന്ന ആ സമയമായി. അപ്പം ഞങ്ങള് അതുകൊണ്ട് 2 മാസമായി ഞങ്ങള് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകണം. ഡെലിവറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ 21 ഡേയ്സിന്റെ ഫാസ്റ്റിംഗ് ഹസ്ബൻഡും ഞാനും കൂടെ എടുക്കാനിടയായി. കാരണം ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് കടന്നു പോകുക, അവരാരും വിശ്വാസികളില്ല. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. ആദ്യം എൻ്റെ വീട്ടിൽ പോയി ഗ്രാൻഡ് ഫാദറിനെ കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾക്ക് ജീവനോടെ കാണാൻ അമ്മയ്ക്കും ഞങ്ങൾക്കും കൃപ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂരേക്ക് പോയി. കണ്ണൂർ ആദ്യമായിട്ട് ഞാൻ ആ ഭവനത്തിലെ കടന്നു ചെന്നു. നിങ്ങൾക്കറിയാം, ആ ദേശത്ത് വിചാരിച്ചിരിക്കുന്ന വിജയൻ ഏതോ ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ചു ജോലി ചെയ്തവരെ കല്യാണം കഴിച്ചു. നമ്മുടെ നാട്ടിൽ പറയുന്ന ഞാനാരോ ക്രിസ്ത്യാനിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അങ്ങനെയൊക്കെയാണ് നാട്ടിലെ കേൾവി. അന്ന് അവിടെ ചെന്നു, ആദ്യമായിട്ട് ആ ഭവനത്തിൽ ചെന്നു. അവര് ദൈവം ശബ്ദം കേൾപ്പിച്ചാവട്ടെ, ഒരു നായ പോലും ഒരു നാവ് അനക്കാതെ വേണം ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അവിടെ ദൈവം വിടിവിക്കും. കുഞ്ഞുങ്ങളുമായിട്ട് കടന്നുപോയി. അവിടെ സന്തോഷത്തോടെ കുറച്ച് ദിവസം അവിടെ 1 ആഴ്ചയോളം 2 ആഴ്ചയോളം അവിടെ നിൽക്കാനിടയായി തീർന്നു. അതിനുശേഷം തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് ഞങ്ങള് അവരുമായിട്ടൊക്കെ സന്തോഷത്തോടെ നിന്ന്, വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ള പ്രോബ്ലം അല്ലാതെ ഇപ്പോഴും ദൈവകൃപ ചെയ്തിട്ട് ബാക്കി ഒരു കാര്യങ്ങളിലും പ്രോബ്ലം ഒന്നുമില്ല. സന്തോഷത്തോടെ ഇന്ന് എല്ലാ സഹോദരങ്ങളോടും മാതാവിനോടും എല്ലാവരോടും ഒരുമിച്ച് ദൈവം ജീവിക്കാനായിട്ട് ദൈവം കൃപ തരുന്നു. തിരിച്ചു വന്ന് ഞങ്ങൾ ഒക്ടോബർ മാസം 14-ാം തീയതി എൻ്റെ ഫാദർ സ്നാനപ്പെടും. ഞങ്ങൾ വരുന്നിടം വരെ എൻ്റെ ഫാദർ കാത്തിരുന്നു. കാരണം എൻ്റെ മക്കൾ മുഖാന്തരമാണ് ഞാൻ ക്രിസ്തുവിനെ കാണാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് അവര് വന്നിട്ട് അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഒക്ടോബർ 14-ാം തീയതി 2017 അങ്ങനെ എൻ്റെ ഫാദർ 2007 എൻ്റെ ഫാദർ സ്നാനപ്പെടുവാനായിട്ടിടയായിരുന്നു. സ്നാനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കുവൈറ്റിലേക്ക് തിരിച്ചു പോകുന്നു. അതിനുശേഷം 10 വർഷം എൻ്റെ പിതാവ് വിശ്വാസത്തില് 2017 വരെ ജീവിക്കാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം അറിയാം, മദ്യപാനവും പുകവലിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ലങ്സ് ചുരുങ്ങുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ബ്ലോക്ക് ആയിരുന്നു. അതൊന്നും ഓപ്പൺ സർജറി അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ പറ്റത്തില്ല. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തായിരുന്നു. എന്നാലേ സർജറി ചെയ്താലും ജീവിച്ചിരിക്കുമോ എന്നുള്ളത്, കാരണം ഈ ചുരുങ്ങുന്ന ഇതായതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് അതിനൊരു പോസിറ്റീവായിട്ട് ഒരു ഡോക്ടേഴ്സും മെഡിക്കൽ കോളേജിൽ എല്ലാം കാണിച്ചതാണ്. അവർ പറഞ്ഞില്ല. എന്നാൽ 10 വർഷം വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതിനുശേഷം 2018 എൻ്റെ ഹസ്ബൻഡിന്റെ ഫാദർ മരിക്കാനായിട്ടിടയായിരുന്നു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വരാതെയാണ് മരിച്ചത്. ഇപ്പോഴും ഞങ്ങൾക്ക് വിഷമമുണ്ട്. വിശ്വാസത്തിൽ കടന്നു വന്നില്ല. അദ്ദേഹം
പ്രായാധിക്യത്തിൽ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾക്ക് 2009 ആയപ്പോൾ മോനെ ദൈവം ജെറമിയ ദൈവം ദാനം തന്നു. അതും നോർമൽ ഡെലിവറിയുടെ ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നു. അതും ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമായിരുന്നു. എനിക്ക് അതായത് ലിദിയയുടെ സമയത്തും ഉണ്ടായിരുന്നു, പ്രഗ്നൻസിയിലെ ഷുഗർ ഉണ്ടായിരുന്നു, ജെറമിയയുടെ സമയത്തും ഉണ്ടായിരുന്നു. അപ്പം ഇവന് പ്രോബ്ലം ഉണ്ടാകുമെന്നൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാലേ ഉപവാസവും പ്രാർത്ഥനയോടും കൂടെ നോർമലായിട്ടൊരു ഡെലിവറി ആരോഗ്യത്തോടെ അവനെയും ദൈവം ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായിരുന്നു. 3 മക്കളും ദൈവകൃപയാൽ സ്നാനപ്പെട്ട് ഇന്ന് ദൈവനാമത്തിന് വേണ്ടി 3 പേരെയും ദൈവം നിലനിർത്തുന്നു. അതിനുശേഷം ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ എൻ്റെ ഒരു വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് എൻ്റെ അനിയത്തിയുടെ കുടുംബത്തിലെ പ്രശ്നം, അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 6 വർഷം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയോടുകൂടെ അഭിഷേക് മോനെ ദൈവം അവൾക്ക് ദാനം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവള് വിശ്വാസത്തില് കടന്നു. അവർക്ക് രണ്ടുപേർക്കും, അവൾ സ്നാനപ്പെടുന്നതിന് മുമ്പാണ് അവൾക്ക് കുഞ്ഞിന്, എന്നാൽ അവൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. എന്നാൽ ആ സിറ്റുവേഷനിലെ ഒരു കുഞ്ഞിനെ കൊടുത്തു. അതിനുശേഷം 6 വർഷം കഴിഞ്ഞിട്ട് ഒരു മോനെയും കൂടെ കൊടുത്ത അഭിനവ്, 2 ആൺമക്കൾക്ക് രണ്ടാമത്തെ അനിയത്തിക്ക് ദൈവം കൊടുത്തു. എന്നാൽ ഈ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞ സമയത്ത് എൻ്റെ അനിയനെ, ഞാൻ അവൾക്ക് കൊടുത്ത ബൈബിൾ അദ്ദേഹം എടുത്ത് വീട്ടിൽ നിന്ന് കത്തിച്ചു കളഞ്ഞ് പറഞ്ഞ് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യുമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ സൗദിയിലായിരുന്നു. അവിടുന്ന് ഖത്തറിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന് ലുക്കീമിയ എന്ന ക്യാൻസർ കടന്നു വരുവാനായിട്ട് ഇടയായിരുന്നു. 4th സ്റ്റേജിലേക്ക് കടന്നെത്തി. എന്നാൽ പുള്ളിയുടെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തും ഷോൾഡറിലും 2 മുഴ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അത് നാട്ടിൽ ഒരു പ്രാവശ്യം അവധിക്ക് വന്നപ്പം നോർമലാ, കുഴപ്പമില്ലാന്ന് ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു. പക്ഷെ ഇത് ക്യാൻസർ ആണെന്നുള്ളത് പിന്നീടാണ്. പുള്ളി അവിടെ തിരിച്ചു ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ ശാരീരികമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി. ക്യാൻസർ ആണെന്ന് അറിയുന്നില്ല. അവിടുന്ന് പുള്ളി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് പുള്ളിനെ വിളിക്കുമായിരുന്നു എപ്പോഴും. ഞങ്ങൾ പറഞ്ഞു സാരമില്ല, നാട്ടിൽ പോയി ട്രീറ്റ്മെന്റ് നോക്ക്, ഡോക്ടറെ കാണാൻ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വെയിറ്റ് 70-80 കിലോ ഒക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ ഏകദേശം 40-45 കിലോയോളം റെഡ്യൂസ് ആയി. അപ്പം നാട്ടിൽ വന്ന് പുള്ളിക്കാരന്റെ പെങ്ങടെ മോനെ ഒരാള് ആലപ്പുഴ ഒരു ആംബുലൻസിന്റെ ഡ്രൈവർ, അപ്പം പുള്ളിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് അവിടെ ആലപ്പുഴ കാണിച്ചു. പുള്ളി CT സ്കാൻ എടുക്കാൻ സ്കാനിങ് ചെയ്തപ്പോഴാണ് പറയുന്നത് ലുക്കീമിയയുടെ 4th സ്റ്റേജ് ആണ്. പുള്ളിയുടെ ലങ്സ്, ഹാർട്ട്, ഇൻഡസ്റ്റൈൻ ഇവിടെ എല്ലാം 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ഇത് ഗ്രോത്ത് ആയിട്ടുണ്ട്, പുറത്തോട്ടും ഉണ്ട്, കഴുത്തിന്റെ അവിടെയും കക്ഷത്തിലും ഷോൾഡറിലും ഒക്കെ. അപ്പം RCCയിലേക്ക് പുള്ളിക്കാരൻ റെഫർ ചെയ്തു. അങ്ങനെ RCCയിലേക്ക് കൊണ്ടുപോകുമ്പോൾ RCCയിലെ അവർ പറഞ്ഞത് കീമോതെറാപ്പി ചെയ്താലും പുള്ളി ജീവനോടെ ശേഷിക്കും എന്ന് അവർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഈ കീമോതെറാപ്പി 4th സ്റ്റേജ് ആയതുകൊണ്ട് ഇത് ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കീമോ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട്. അതായത് ഒരു കീമോ എന്ന് പറഞ്ഞാൽ 6 കോഴ്സ്, അങ്ങനെ 6 കീമോ ചെയ്യണം. 36 കീമോതെറാപ്പി, അത് അത്രയും ചെയ്യണം. അതിന് ഭയങ്കര പൈസയാണ്, നമുക്കറിയാം. നമ്മുടെ കുടുംബം മുഴുവൻ വിറ്റാലും ഇത് ചെയ്തു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതേപോലത്തെ ഒരവസ്ഥയിലേക്ക് എത്തി പുള്ളിക്കാരനെ. അപ്പൊ ഞങ്ങളുടെ കുവൈറ്റിലുണ്ടായിരുന്ന കർത്താവിന്റെ ദാസനും ദാസിയും അവര് ബൈബിൾ ക്ലാസ് വീട്ടിൽ പോയി എടുക്കാം, അദ്ദേഹത്തോട് ദൈവവചനം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിൽക്കും, ഇവിടുന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും വന്നിട്ട് പ്രാർത്ഥിക്കും, വിജയൻ ചേട്ടന്റെ അച്ഛനും അമ്മയാണെന്ന് കരുതി വന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവര് എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച്, അനിയനും അനിയത്തിയും വീട്ടിൽ വന്ന് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനും ബൈബിൾ ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇടയായി തീർന്നു. അപ്പം RCCയിൽ ഇവർക്ക് ഈ കീമോതെറാപ്പിക്ക് വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കീമോതെറാപ്പിക്ക് പോയി ആദ്യത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ശരീരം അത് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അവർ RCC എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡെഡ് ബോഡി പോലെ അദ്ദേഹത്തെ എൻ്റെ അനിയത്തി മടിയിലിട്ടിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും RCCന്ന്. എന്നാൽ അന്ന് രാത്രികാലം ദൈവത്തിന്റെ 1 വർഷം മുമ്പ് ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ അനിയത്തിയും കുടുംബം അടുത്ത വർഷം ഈ സമയമാകുമ്പം നിന്റെ കൂടെ ദൈവത്തെ ആരാധിക്കുമെന്ന്. ഇന്നിപ്പോ 13 വർഷം കഴിഞ്ഞ് എൻ്റെ അനിയൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. ദൈവം ഒരു സൗഖ്യം അദ്ദേഹത്തിന്, അത് സൗഖ്യം എന്ന് പറഞ്ഞാല് ഒരു രാത്രി പുള്ളി ഒരു ദർശനമായി ക്ലാസ് കഴിഞ്ഞ് അവര് പഠിപ്പിച്ചു. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് ചിന്തിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ കീമോതെറാപ്പിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന രാത്രി പുള്ളിക്കാരൻ ഒരു ദർശനം കാണുകയാണ്. പുള്ളി ആരോ വെള്ളത്തില് പുള്ളി ഇങ്ങനെ കിടക്കുന്നതായിട്ടും ആരോ വെള്ളം തളിക്കുന്നതായിട്ടൊക്കെ. പുള്ളി എഴുന്നേറ്റപ്പോ പുള്ളി കിടക്കുന്ന കിടക്കയിലെ അവരുടെ ഒരു സാക്ഷ്യം വേറേതാ, സിസ്റ്റർ വേണമെങ്കിൽ അവരൊക്കെ ഉണ്ടെന്ന് കേൾപ്പിക്കാം, അവരുടെ 2 പേരെ. പുള്ളി കിടക്കുന്ന കിടക്കയിലെ വെള്ളം നനഞ്ഞിട്ടുണ്ട്, പക്ഷെ പുള്ളിയുടെ ഡ്രസ്സൊന്നും നനഞ്ഞിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് എഴുന്നേറ്റ് തപ്പി നോക്കിയപ്പോ ഇവിടുത്തെ ഈ മുഴ കഴുത്തിലെ ഷോൾഡറിലെ
കക്ഷത്തിലെ ഒന്നും മുഴ കാണുന്നില്ല. പുള്ളി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നോക്കിയപ്പം ആ രാത്രികാലം കർത്താവ് പുള്ളിനെ സൗഖ്യമാക്കി. ആ മുഴയെല്ലാം അപ്രത്യക്ഷമാകുവാനായിട്ട് ഇടയായി തീർന്നു. പുള്ളി കണ്ണാടിയിൽ നോക്കിയിട്ട് അനിയത്തിയെ വിളിച്ചു, നീ നോക്കിത് ഇതെല്ലാം പോയി. പക്ഷെ പുള്ളിയുടെ കിടക്ക നനഞ്ഞിട്ടുണ്ട്, പുള്ളി ഉടുത്തിരുന്ന ഡ്രസ്സ് നനഞ്ഞിട്ടില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് സൗഖ്യമാക്കി എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. അന്ന് രാത്രി പുള്ളിനെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കുമ്പനാട് അവര് പോയിട്ട് RCCയിൽ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്റെ സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞ് അടിക്കാനും വന്നു. കാരണം വേറെ ആരെയോ കൊണ്ടുവന്നേന്ന്. അവര് അവിടുന്ന് പറഞ്ഞു വിട്ട ഡെഡ് ബോഡി കണക്കെ പോയ ഒരു മനുഷ്യനല്ല തിരിച്ചു വരുന്നത്. ഒരു മുഴകളെല്ലാം അപ്രത്യക്ഷമായിട്ട് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് തിരിച്ചു തന്നു. എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ അമൃതാനന്ദ മെഡിക്കൽ കോളേജിലും മറ്റുള്ളിടത്തെല്ലാം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പം ക്യാൻസറിന്റെ ഒരു സെല്ലും എന്റെ അനിയന്റെ ശരീരത്തിലില്ല. രവിയുടെ ശരീരത്തിൽ നിന്ന് അത് മുഴുവനും ദൈവം മാറ്റി. അങ്ങനെ സൗഖ്യമാക്കി ദൈവം അവരെ. അതിനുശേഷം മോൻസൺ പാസ്റ്ററിന്റെ ചർച്ചിൽ വെച്ച് കുമ്പനാട്ട് വെച്ച് അവർ കുടുംബമായിട്ട് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്നാനപ്പെട്ടിട്ട് അവർക്ക് നാട്ടിൽ വന്നിട്ട് നിൽക്കണ്ടേ, അപ്പം പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് കടന്നു പോകാനും നൂറാട് ചർച്ചിൽ പോകാനായിട്ട് അന്ന് രാജൻ പാസ്റ്റർ നൂറാട് ചർച്ചിൽ നിന്ന് മാറി ചാരമൂട്ടിൽ അദ്ദേഹം പ്രാർത്ഥിക്കാണ്. അവിടെ വേറൊരു പാസ്റ്റർ ആ സമയത്തേക്ക് വന്നു. അങ്ങനെ അവിടെ പിന്നീട് അവർ ആരാധനയ്ക്ക് കടന്നുപോയി. അവിടെ ഒരു സഭയുണ്ട്, ആ ചാരമൂട്ടിലാണ്, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് ഇപ്പൊ എന്റെ അനിയത്തിയും കുടുംബവും മോനും സ്നാനപ്പെട്ട് അവർ കുടുംബമായിട്ട് ദൈവം ആരോഗ്യത്തോടെ ദൈവം കുവൈറ്റിൽ പിന്നെ വന്ന് 10 വർഷം അനിയനോട് കുവൈറ്റിൽ ജോലി ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ 6-7 മാസത്തിന് മുമ്പാണ് കുവൈറ്റ് വിട്ടിട്ട് നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നത്. ഈ യുദ്ധം കടന്നു വന്ന, അതായത് ഈ യുദ്ധത്തിന്റെ ഈ യുദ്ധം കടന്നു വന്നത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് പ്രശ്നമായിരുന്നു. കാരണം അമേരിക്കൻ ആർമിയുടെ ബേസിലായിരുന്നു പുള്ളിക്കാരൻ കുവൈറ്റിൽ പിന്നീട് വന്നിട്ട് വർക്ക് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ദൈവം പറഞ്ഞതുപോലെ ഈ കുവൈറ്റിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് ആരാധിക്കാൻ നാട്ടിലും ദൈവം കൃപ തന്ന് അങ്ങനെ കുടുംബമായിട്ട് അവളെ വിളിച്ച് വേർതിരിക്കാനായിട്ട് അങ്ങനെ അമ്മയും അച്ഛനും സഹോദരിമാരും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഓരോരോ വഴി മുഖാന്തരങ്ങളും ഒരുക്കി. അതിനുശേഷം അനിയനും ക്ലാസ് എടുത്തത്. അനിയൻ സൗദിയിലെ, കൊച്ചനീത്തയുടെ ഹസ്ബൻഡും സൗദിയിലായിരുന്നു ജോലി. എന്നാല് അവിടെ ചെന്നിട്ട് അദ്ദേഹം ബൈബിൾ കൊണ്ടുപോയി പ്രാർത്ഥിക്കും. പക്ഷെ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. പുള്ളിക്കാരന് സ്നാനപ്പെടാന്, കാരണം ആയിരിക്കുന്ന സ്ഥാനത്തുനിന്നും മാറി വരാന് അല്പം പ്രയാസമുള്ളത് കൊണ്ട് അനിയത്തിയെയും ആരാധനയ്ക്ക് കടന്നു വിടാറില്ല. അനിയത്തി രക്ഷിക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. എന്നാല് അനിയത്തിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് ലക്ഷ്മി, അവള് റഷ്യയിൽ MBBS പഠിക്കുന്നു. അവള് സ്നാനപ്പെട്ട ദൈവത്തോട് ചേരുവാൻ ദൈവം കൃപ ചെയ്ത്. രണ്ടാമത്തെ മോള് എൻട്രൻസിന് വേണ്ടിയിട്ട് ഇപ്പം നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നു. അവള് നീറ്റ് എഴുതിയിട്ടിരിക്കുകയായിരുന്നു. അവളും ദൈവകൃപയാൽ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാലേ അവരുടെ പിതാവിന് അറിയത്തില്ല കുഞ്ഞുങ്ങളെ 2 പേരും സ്നാനപ്പെട്ടെന്നുള്ളത്. അവര് കൃപയാൽ എന്ന് അവരെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് വള്ളികുന്നത്ത്, എന്റെ മാതാവ് ഇപ്പൊ ഞങ്ങള് ഒരു വീട് സ്ഥലം വാങ്ങിയിരിക്കുന്നത് വള്ളികുന്നത്താണ്. അവിടെയാണ് ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. എന്റെ മക്കൾ 2 പേരും ഇപ്പൊ നാട്ടിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു, മൂത്ത മോള് കെസിയ, അവള് +2 വരെ ഇവിടെ പഠിച്ചു. അതിനുശേഷം MBBS ജോർജിയയിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമായിരുന്നു. സിസ്റ്ററിന് അറിയാം, ഡോക്ടർ ലിനി നമ്മുടെ ആസാദിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അക്സമോള്, അവരെല്ലാരും ഇവരുടെ സീനിയേഴ്സ് ആയിട്ട് അവിടെ അങ്ങനെ ആത്മീയമായിട്ട് അത് വലിയൊരു വിടുതലായിരുന്നു. ഇവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല് കുടുംബങ്ങളിൽ ഞങ്ങള് വൈകുന്നേരം ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ട്രാക്റ്റും ഒക്കെ ആയിട്ട് ഇവിടെയുള്ള കുടുംബങ്ങളിൽ കടന്നുപോയി സാക്ഷ്യ സുവിശേഷം പറയും, ആത്മാക്കളെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ഞങ്ങൾ നേരത്തെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പകാലം തൊട്ടേ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് വൈകുന്നേരം കെസിമോള ചെറിയ കുഞ്ഞുങ്ങളെ വീട്ടിൽ നോക്കുന്നത്. എന്നാല് അവൾ അവിടെ പോയതിനു ശേഷം അവൾക്ക് നല്ലൊരു കൂട്ടായ്മ അവിടെ ഡോക്ടർ ലിനിയും പാസ്റ്റർ ആന്റണി, അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ആത്മീയമായിട്ട് മിഷണറിമാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മീയമായിട്ട് അവൾക്ക് വലിയ വിടുതലായിരുന്നു. അവളുടെ കൂടെ ഇവിടെ സ്കൂളിൽ പഠിച്ച ഒരു കുഞ്ഞ് 8, 9, 10 എല്ലാവരും ഒരുമിച്ച് പഠിച്ചു. 12ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. കൃപയെന്ന കുഞ്ഞിന്റെ പേര്. അവര് കാത്തലിക്, അവരുടെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ ഇപ്പം UK പോയി, നേഴ്സാണ്. എന്നാൽ അവൾ അവിടെ വന്നിട്ട് സ്നാനപ്പെട്ട ദൈവത്തോട് ചേരുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഇപ്പം ഫ്ലാബ് എഴുതാൻ വേണ്ടിയിട്ടും ആ മോള് നാട്ടിൽ വന്നിട്ടുണ്ട്. അവള് ദൈവകൃപയാൽ വിശ്വാസത്തിൽ നിന്ന് നിലനിൽക്കുന്ന എറണാകുളത്ത് അവള് ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ട്. അവിടെ അനേക ക്യാമ്പസുകളിൽ അവർക്ക് പ്രവർത്തിക്കാനും രാജ്യം വിട്ടിട്ട് അസർബൈജാനും ജോർജിയയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റുള്ളിടത്തെല്ലാം സുവിശേഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പോകാൻ വലിയ കൃപ ദൈവം കൊടുത്ത് അവൾക്കും അതേപോലെ അവൾ എപ്പോഴും പറയുന്ന അവൾക്കൊരു ഡോക്ടർ ആവണം, അവളുടെ അടുത്ത് വരുന്നവരോട് കർത്താവിനോട് സുവിശേഷം പറയണം. അതായിരുന്നു ചെറുതിലെ അവളുടെ ആഗ്രഹം. അങ്ങനെ അതുകൊണ്ട് അവളെ ഞങ്ങൾ അങ്ങനെ ദൈവാലോചന പ്രകാരം പ്രാർത്ഥിച്ച് അവൾക്ക് വേണ്ടിയിട്ട് ദൈവം അങ്ങനെ ആ ജോർജിയയിലേക്ക് വിടണമെന്നുള്ള ഒരു
പ്ലാൻ, ദൈവത്തിന്റെ ഒരു ദൂതായിരുന്നു അവളെ അവിടെ വിട്ട് ആത്മീയമായിട്ട് അവളെ ബലപ്പെടുത്തി നല്ലൊരു വാരിയറാക്കി തീർക്കുമെന്നുള്ള ദൈവത്തിന്റെ ആ വാഗ്ദത്തം ദൈവം അത് നിവർത്തിച്ചു. അവൾ ഈ കഴിഞ്ഞ ജൂലൈയില് പാസ് ഔട്ടായിട്ട് ഗ്രാജുവേറ്റ് ആയി കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവള് ഡിസംബറിൽ പോയി FMG എഴുതിയ നാട്ടിലെ കൃപയാലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുവാൻ ദൈവം കൃപ ചെയ്തു. ഇപ്പം പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. കേരള മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തൽക്കാലത്തേക്ക് അവിടെ അവള് കയറി ദൈവകൃപയാൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തെ മോള് ലിതിയ 10 വരെ ഇവിടെ പഠിച്ചു. +1 +2 ആലപ്പുഴ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ അവളെ ചേർത്ത്. എൻട്രൻസ് ഓറിയന്റഡ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ +2 എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവളും എൻട്രൻസും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മോൻ ജെറമയ 10ാം ക്ലാസ്സിലെ പാസ്സായി ഇപ്പൊ 11ലേക്ക് കയറി ഇവിടെ കുവൈറ്റിൽ പഠിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മയിലെ ദൈവം ഞങ്ങളെ സന്തോഷത്തോടെ നടത്തുന്നു. എന്നാലേ എന്റെ ജീവിതത്തിലെ കടന്ന് ഓരോ സാഹചര്യങ്ങളും ദൈവം തന്ന നന്മകള്, അനുഗ്രഹങ്ങള്, ജോലി, ഞങ്ങൾ 2 പേരും ഇവിടെ ഈ കുവൈറ്റിലെ ഞങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ പ്രോബ്ലമായിട്ട് അവര് എന്താ പറയാ, ഞങ്ങൾക്ക് മാസങ്ങളോളം ശമ്പളം കിട്ടാതെ കുവൈറ്റില് ആയിരുന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ദൈവം ഞങ്ങളെ വഴി നടത്തി. ഒരേ കമ്പനിയിലായിരുന്നതുകൊണ്ട് പ്രോബ്ലം ആയിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് 9 മാസം എന്റെ ഹസ്ബൻഡിന്റെ ശമ്പളം, 6 മാസം എനിക്കും ശമ്പളം ഇല്ലാതിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത് ദൈവം ഈ ദേശത്ത് യെരമ്യാവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. യെരമ്യാവിനെ ആ ദേശത്ത് നിലനിർത്തിയതുപോലെ ദൈവം അവിടെ നിങ്ങളെ നിലനിർത്തും. ഒരു യെരമ്യാ 32 പറയുന്നത്, നിങ്ങൾ ആധാരം എഴുതി മുദ്രയിടും ആ ദേശത്ത്. യെരമ്യാവിനോട് പറയുന്നുണ്ട് ആധാരം എഴുതിയിട്ട് ബാരൂക്കിന്റെ കയ്യിൽ കൊടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദൈവത്തിന്റെ ദൂത് ദേവദാസിനെ കൊടുത്ത് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ കമ്പനിയുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേണിലെ തന്നെ ഹസ്ബൻഡിന് അവിടെ തന്നെ ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം 23 വർഷം ആ കമ്പനിയിലെ കണ്ടിന്യൂസ് ജോലി ചെയ്തതാണ്. അപ്പൊ അനേകരുടെ ഇൻഡെംനിറ്റിയും മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാം ഞങ്ങളുടെ കൂടെയുള്ള ഇപ്പോഴും അനേകർക്ക് ലഭിക്കാനുണ്ട്. ശമ്പളം ലഭിക്കാത്തവരുണ്ട്, ഇൻഡെംനിറ്റി ലഭിക്കാതെ കൊണ്ട് ഈ വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് തിരിച്ചു പോരാണ്. എന്നാൽ അതെല്ലാം ദൈവം ഞങ്ങൾക്ക് ദാനമായി തരുവാനായിട്ട് ഇടയായി തീർന്നു. അതേപോലെ ഞാൻ 13 വർഷം അവിടെ ജോലി ചെയ്തായിരുന്നു. അതെല്ലാം ദൈവം എന്താ പറയാ, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ദൈവകൃപയാൽ അതെല്ലാം തന്നു. ഈ ദേശത്ത് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവം അവിടെ ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തി ഇതുവരെ പരിപാലിച്ചു. ദൈവത്തിന്റെ സാക്ഷ്യം സുവിശേഷമായിട്ട് ഈ ദേശത്ത് നിൽക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ചിട്ട് അനേകരുടെ അടുത്ത് 2020 ഞാൻ അങ്ങനെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മീറ്റുകളിലൊന്നും ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളല്ലായിരുന്നു. എന്നാൽ 2023 ഗ്ലോബലിലെ അന്നമ്മ ആന്റി മുഖാന്തരം അവരുടെ ചർച്ചിലും പിന്നെ മദേഴ്സ് ഫെലോഷിപ്പിലും അതുപോലൊക്കെ കടന്നു പോയിട്ട് എന്റെ സാക്ഷ്യവും ദൈവവചനം പറയാനും ദൈവം സഹായിച്ചു. അതിനുശേഷമാണ് ഈ സിസ്റ്റർമാരെല്ലാം പരിചയപ്പെടാനും ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനും ദൈവം കൃപ ചെയ്തത്. സിസ്റ്റർ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചില സാക്ഷ്യങ്ങളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി. അതായത് ലിനിയുടെ സാക്ഷ്യമൊക്കെ കേട്ടു, അതേപോലെ ലില്ലി ആന്റിയുടെ സാക്ഷ്യം കേട്ടു, പലരുടെയും സാക്ഷ്യം കേട്ടു. എല്ലാം അതിനകത്തോട്ടും കേട്ടിട്ടില്ലെങ്കിലും സമയത്തിന്റെ അനുസരിച്ച് ദൈവം കൃപ ചെയ്യുന്നതനുസരിച്ച് കുടുംബമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യാനും ഇവിടെ സാക്ഷ്യ സുവിശേഷമായിട്ട് നിലനിൽക്കാനും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ദൈവം കൃപ ചെയ്ത് ഇനി വരുന്ന സമയത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ എന്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിലുള്ളവരെല്ലാവരും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ദൈവം സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദേവദാസന കുടുംബവും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഇത്രയും സമയം അനുവദിച്ചെന്ന് ഇങ്ങനെ എന്റെ സാക്ഷ്യം പറയാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി നന്ദി പറയുന്നു. ദൈവം സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു സിസ്റ്ററെ. ജീവിതത്തിലെ കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ കർത്താവ് ഇന്ന് വരെ വിശ്വസ്തനായിരുന്നു. കരം പിടിച്ച് നടത്തി, കുടുംബത്തെ അനുഗ്രഹിച്ചു, കുഞ്ഞുങ്ങളെ മാനിച്ചു. അവന്റെ മുഖത്ത് നോക്കിയിട്ടുള്ളവർ, അങ്ങനെ ഇറങ്ങിയിട്ടുള്ളവരാരും ലജിച്ചു പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതാ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഉള്ള യോഗ്യതയാണോ അർഹതയാണോ, കർത്താവിനെ കണ്ടുമുട്ടിയത് മാത്രമല്ല നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇനിയും മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലേലൂയ. നിന്റെ പുത്രൻ മുഖാന്തരം പിതാവായ ദൈവം ഹാലേലൂയ ലോകത്തെ സ്നേഹിച്ച് ഹാലേലൂയ വെള്ളി പൊന്നുമൊന്നുമല്ല, ഹാലേലൂയ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർത്ത് ഞങ്ങളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹാലേലൂയ പാസ്റ്റർ
പിന്നിക്കായി ഹാലലിയ, സിസ്റ്റർ സാൻഡിക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ സാക്ഷ്യങ്ങൾ ഹാലലിയ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കണം അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നീ അനുഗ്രഹിക്കണം. അടിയന്റെ സാക്ഷ്യങ്ങൾ ഹാലലിയ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ഹാലലിയ പറയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ആത്മീയമായിട്ട് അനുഗ്രഹത്തിനും കർത്താവ് അവരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഹാലലിയ പ്രത്യാശയോടെ ജീവിക്കുവാനും ദൈവം നീ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ വാഗ്ദത്തം ചെയ്ത ദൈവം, വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവം, കർത്താവെ നീ പ്രത്യാശയോടെ ഹാലലിയ ആദാം മുഖാന്തരം ഉണ്ടായ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഹാലലിയ സകല മാനവരക്ഷയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായി തീർത്ത് ആ യാഗം മുഖാന്തരം ഞങ്ങളെ വീണ്ടെടുത്ത് ഹാലലിയ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർത്തു. അപ്പാ പിതാവെ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് തന്നു. ഹാലലിയ സ്വർഗരാജ്യത്തിൽ ഹാലലിയ എത്തുവാൻ തക്കൊണ്ട് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഹാലലിയ മക്കൾ ഹാലലിയ എന്ന അവകാശം നീ ഞങ്ങൾക്ക് നൽകി തന്നു. സ്വർഗത്തിലേക്ക് നീ വീണ്ടും കടന്നുവന്ന് ഹാലലിയ കർത്താവെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള വാഗ്ദത്തം ഞങ്ങൾക്കുണ്ട്. ആ വാഗ്ദത്തം ഹാലലിയ പ്രാപിക്കുവാൻ തക്കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന നാൾ ഹാലലിയ ക്രിസ്തുവിൻ ഹാലലിയ കടന്നു വരും. ഹാലലിയ കാഹള ശബ്ദം ധ്വനിക്കും. ഹാലലിയ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഹാലലിയ ജീവനോടെ ശേഷിക്കുന്നവർ ഞങ്ങൾ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമെന്നുള്ള നിന്റെ വാഗ്ദത്തം, അതാണ് ഹാലലിയ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഉറപ്പുള്ള വാഗ്ദത്തം. ലോകസ്ഥാപനത്തിന് മുമ്പേ നീ ഹാലലിയ കണ്ടു, ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ വേർതിരിച്ചു. ഹാലലിയ ഈ ഭൂമിയിൽ തരുന്ന ആയുസ് ഹാലലിയ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടിയും ഹാലലിയ മരിക്കുവാണെങ്കിലും കർത്താവിലായി തീരുവാൻ തക്കവണ്ണം ഹാലലിയ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലുമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വം എടുക്കുവാനിടയാകണം. ഹാലലിയ സകലം ഞങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ഹാലലിയ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലം ഞങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ, കാവൽ നമ്മളെല്ലാവരുടെ നടുവിലും, പ്രത്യേകിച്ച് നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ഡീന സിസ്റ്റർമേൽ, തന്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് കുടുംബമായിട്ട് പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. താങ്ക് യു. നന്ദി പറയാ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ